എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധം വർഗം ധരിച്ചുകൊള്ളുവിൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളുടെ അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രയും. ഒരു സഭയിൽ ആദ്യം വരുമ്പോൾ ഈ ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് സംസാരിക്കരുതാത്തതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് എഫേസ്യ ലേഖനം 6-ാം അധ്യായമാണ്. 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യമാണ്. എഫേസ്യ ലേഖനം വലിയൊരു കത്താണ്, കത്തിൻ്റെ അവസാന ഭാഗമാണ്. ശരിക്കും ആദ്യം തൊട്ടാണ് ഒരു കത്ത് വായിക്കേണ്ടത്, എങ്കിലേ അത് ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം തൊട്ട് വായിക്കാതെ അതിൻ്റെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ വായിക്കുമ്പം നമ്മൾ ഒരുപക്ഷെ എഴുതിയ ആൾ ഉദ്ദേശിച്ച മുഴുവൻ നമുക്ക് മനസ്സിലാകണമെന്നില്ല. എങ്കിലും ഈ ഒരു വിഷയം നമ്മൾ ഈ 6-ാം അധ്യായത്തിലേക്ക് എത്തുന്നതിന് ഈ പോരാട്ടത്തിൽ ഏർപ്പെടണമെങ്കിൽ നമുക്കറിയാം. യോഹന്നാൻ്റെ ലേഖനത്തിൽ പറയുന്നത്, യൗവനക്കാരെ നിങ്ങൾ, ബാല്യക്കാരെ നിങ്ങൾ ശത്രുവിനെ ജയിച്ചിരിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ. കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് അടുത്തത് ലോകത്തെ ജയിച്ചു എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളല്ല, പിന്നെ ആരാണ്? യൗവനക്കാരാണ്. യങ് മെൻ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസത്തിൽ കുറച്ച് വളർന്നു വന്നാലേ നമുക്ക് ഈ പോരാട്ടത്തെ ജയിക്കാൻ ഉള്ള ആരോഗ്യം ഉണ്ടാവുള്ളൂ. നമ്മളാരും കുഞ്ഞു പിള്ളേരെ ആരും സൈന്യത്തിൽ വിടുന്നില്ല. ഒരു യൗവനകാലത്താണ് നമ്മൾ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ ലോകത്തിലൊരു വലിയ ശത്രുവുണ്ട്. ഈ ശത്രുവിനെ നമ്മൾ എല്ലാവരും തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം യൗവനക്കാരെ നിങ്ങൾ, ബാല്യക്കാരൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് യൗവനക്കാരെന്നാണ് ഇംഗ്ലീഷിൽ. യൗവനക്കാരെ നിങ്ങൾ ശത്രുവിനെ ജയിച്ചിരിക്കുന്നു, ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വലിയ യുദ്ധം അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഇത് പ്രായം കൊണ്ട് യൗവനക്കാരെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതല്ല. വിശ്വാസത്തിലെ യൗവനമാണ്. അതായത് വിശ്വാസത്തിൻ്റെ ശൈശവം, പിന്നെ വളർന്ന് വിശ്വാസത്തിൻ്റെ യൗവനം, പിന്നെ മെച്യൂരിറ്റി. അതിനെയാണ് നമ്മൾ പിതാക്കന്മാരെ എന്ന് വിളിക്കുന്നത്. അപ്പം മെച്യൂറായി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഉപദേശിക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊരു സ്പിരിച്വൽ ഗ്രോത്തിൻ്റെ അവസാനമാണ്. നമ്മൾ യുദ്ധത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച് നമ്മൾ മറ്റുള്ളവർ ഉപദേശിക്കാവുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ വളരുന്നത്. അപ്പോൾ എന്താണ് ഈ ആത്മിക പോരാട്ടമെന്ന് നമ്മൾ പലപ്പോഴും ഒരു പെൻറ്റക്കോസ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് അക്കിക്കാവിന് മുകളിൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തി, അല്ലെങ്കിൽ തൃശ്ശൂരിന് മുകളിൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തി, ഇതൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇന്ത്യയുടെ മുഴുവൻ മുകളിൽ ഒരു ദുരാത്മാവ് വ്യാപരിക്കുന്നുണ്ടെന്നും അതിൻ്റെ കേന്ദ്രം ഡൽഹിയിലാണെന്നും അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചാൽ ഈ സാധനം പോകുമെന്നും പിന്നെ സുവിശേഷം പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ ഓൾറെഡി തോറ്റതാണ്. ഈ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ കാണുന്ന എന്താ അതിൻ്റെ സാധനം? ദേശാധിപ ശക്തി, ടെറിട്ടോറിയൽ പവേഴ്സ് അല്ലേ, പാഴ്സി രാജ്യത്തിൻ്റെ പ്രഭു ഒക്കെ ഈ ക്രിസ്തുവിൻ്റെ ക്രൂശിന് മുമ്പേ എല്ലാം പോയതാണ്. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയെ തടയാനോ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ തടയാനോ പോയിട്ട് നിങ്ങളുടെ തലമുടിയിൽ ഒരു നാല് പോലും താഴെയിടാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന സാധനങ്ങൾക്കൊന്നുമില്ല. ഉണ്ടായിരുന്നു ക്രൂശിന് മുമ്പ്, ക്രൂശിന് ശേഷം ഇല്ല. നമ്മൾ ഈ ക്രൂശിൽ ഇതെല്ലാം തോറ്റു എന്ന് മനസ്സിലാക്കാതെയാണ്, ഇത് പരാജയപ്പെട്ടു പോയി ഇനി ഇതില്ലെന്നും മനസ്സിലാക്കാതെയാണ് അവൻ ചെയ്ത കൂടോത്രം ഇവൻ ചെയ്ത കൂടോത്രം അവിടുത്തെ പോരാട്ടമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഇതിനിടയിൽ ക്രൂശുണ്ടെന്നും അവൻ സകല വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധോർഗമിപ്പിച്ചെന്നും അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടിയെന്നും. ഇനി അത് മാത്രമല്ല, ഈ സാത്താൻ എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ശക്തി ആസ്ക്രൈബ് ചെയ്യാൻ പാടില്ല. ഈ ആസ്ക്രൈബ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ നീ ബലവാനാകുന്നു. നമ്മൾ ഈ ഓർത്തഡോക്സ് പള്ളിയിലൊക്കെ ചെല്ലുമ്പോൾ അവർ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ, കുർബാന ചൊല്ലി തുടങ്ങുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ. അതൊരു വർഷിപ്പാണ്. വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മൾ മഹത്വം കരയറ്റുകയാണ്. പരിശുദ്ധിയുടെ പേരിൽ, ബലത്തിൻ്റെ പേരിൽ, ശക്തിയുടെ പേരിൽ അവൻ്റെ മഹത്വം നമ്മൾ കരയറ്റുകയാണ്. അവൻ ആരാണ് എന്ന് വെളിപ്പെടുത്തിയിട്ട് അവൻ്റെ മഹത്വം കരയറ്റും. അപ്പോൾ ഇടയ്ക്ക് സാത്താന് ശക്തിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണ് മഹത്വം കരയറ്റുന്നത്? ബലവും ബഹുമാനവും ശക്തിയും സ്വീകരിപ്പാൻ ആര് മാത്രമേ യോഗ്യനായിട്ടുള്ളൂ? കുഞ്ഞാട് മാത്രമേ ഉള്ളൂ. ഇപ്പം കുഞ്ഞാട് ഇതിനെല്ലാം തോൽപ്പിച്ച ശേഷം നമ്മൾ പിന്നെ ഇരുന്നുകൊണ്ട് അവിടുത്തെ പോരാട്ടം കാരണം ഇവിടുത്തെ പോരാട്ടം വിടുതലില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സാധനങ്ങൾക്കൊക്കെ ശക്തി കരയറ്റുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഒരു മിനിമം ഫോം ഓഫ് വർഷിപ്പ് അത്. അതായത് നമ്മളൊന്നിന് ബലം കൊടുക്കുമ്പോൾ, ശക്തി കൊടുക്കുമ്പം നമ്മളതിനെ നമ്മളറിയാതെ എന്ത് ചെയ്യുക? ഉയർത്തുക. നമ്മൾ ആരുടെ നാമം മാത്രം ഉയർത്താവുള്ളൂ? കർത്താവിൻ്റെ നാമം മാത്രമേ ഉയർത്താവുള്ളൂ. ഒരിക്കലും സാത്താന്
നമ്മളെ തോപ്പിച്ച് കളയാൻ പറ്റത്തില്ല. തോപ്പിച്ച് കളയാൻ മാത്രമല്ല, അവൻ ഇയ്യോബിനെ പരീക്ഷിക്കാൻ പോയപ്പോഴും പത്രോസിനെ പരീക്ഷിക്കാൻ വരാൻ ഒരുങ്ങിയപ്പോഴും പരീക്ഷിച്ചപ്പോഴും ദൈവത്തോട് പെർമിഷൻ ചോദിച്ചു. ദൈവത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇവനെ ഒന്ന് പരീക്ഷിച്ചോട്ടെ. ഇപ്പം കർത്താവ് പറഞ്ഞു, വിശ്വാസം പോകാതെ വേണേൽ പരീക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ, പരീക്ഷിക്കാൻ പോലും നമ്മുടെ അടുത്തൊരു പരിശോധന കൊണ്ടുവരാൻ പോലും ദൈവത്തിൻ്റെ പരീക്ഷണവും ദൈവത്തിൻ്റെ സാങ്ഷനും പ്രൊട്ടക്ഷനും ഉണ്ട്. യേശുവിനെ സാത്താൻ പരിശോധിക്കാൻ പോകുമ്പം അവൻ ആത്മപൂർണനായി ആത്മനിറവായി ആത്മാവ് തന്നെയാണ് മരുഭൂമിയിലേക്ക് വിടുന്നത്. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഈ സാത്താൻ പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചാണ് ദൈവത്തിൻ്റെ പുത്രനല്ല. ദൈവം എന്തിനാണ് ആത്മാവ് നിറഞ്ഞവനായി സാത്താൻ്റെ അടുത്തേക്ക് വിട്ടത്? എന്തിനാ? ഇവനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് ലോകത്തോട് തെളിയിക്കാൻ വേണ്ടിയാണ്. അത് തോറ്റു പോകുമെന്ന് നോക്കാൻ വേണ്ടിയല്ല, തോക്കില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സാത്താനെ കർത്താവ് തോൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ് തോൽപ്പിച്ചത്. ഇപ്പോൾ പല ആൾക്കാരും വർഷങ്ങൾ കഴിഞ്ഞാലും ബന്ധനത്തിൽ കഴിയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിലാണ് ബന്ധനം. ആ വിശ്വാസം നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. കാരണം നിങ്ങൾ കുഞ്ഞാടിനെ മഹത്വപ്പെടുത്താതെ ഈ സാത്താനെ മഹത്വപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് എപ്പോഴും അതൊരു ചിന്താതലത്തിൽ അത് എപ്പോഴും ഒരു പോരാട്ടമായിരിക്കും. എനിക്കൊരു പോരാട്ടമില്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞ, ഞാൻ വർഷങ്ങളായിട്ട് പോരാട്ടം എന്ന് പറഞ്ഞൊരു സാധനത്തെ കണ്ടുപോലില്ല. കാരണം കൂടി വന്നാൽ അതിന് നമ്മുടെ ജീവനിൽ എടുക്കാൻ പറ്റുള്ളൂ, അതുപോലെ എടുക്കാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ പെർമിഷനിൽ ഒന്നും സാധിക്കും. എടുത്താൽ നമ്മൾ കർത്താവിൻ്റെ അടുത്തല്ലേ പോകുന്നേ. പിന്നെ എന്ത് പോരാടാനാണ്? വി ആർ വിക്ടോറിയസ് അല്ലേ? പിന്നെ എന്ത് പോരാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്? ഇത് ഈ ആകാശത്തിലെ അധികാരം എന്ന് പറഞ്ഞാൽ എന്താ ഈ സാധനം? എന്തിനെയാണ് നമ്മൾ പോരാടുന്നത്? ഈ എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ഈ ആകാശത്തിൻ്റെ അധികാരം, വാഴ്ചകൾ എന്നൊക്കെ പറയുന്നത്, അന്ധകാരത്തിൻ്റെ ലോകാധിപതി എന്നൊക്കെ പറയുന്നത് എന്ത് സാധനമാണ്? അതാ ഞാൻ പറഞ്ഞു, ഈ കത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ്. ഇത് 2-ാം അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതെന്താ സാധനമെന്ന്. നമുക്ക് നോക്കാം എന്ത് സാധനമാണ് ഈ ആകാശത്ത് പോയി പതിയിരിക്കുന്നത് നമ്മളെ കീഴ്പ്പെടുത്താൻ വേണ്ടി. എഫേസ്യർ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അവയിൽ മുൻപേ നിങ്ങൾ, ഞാൻ വായിച്ചോളാം കേട്ടോ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും, എവിടെ നിർത്തണം, എന്തോരം സ്പീഡ് വായിക്കണം. അപ്പം ഞാനങ്ങ് വായിച്ചേക്കാമെങ്കിൽ, ഓക്കെ. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും, ലോകത്തിൻ്റെ എന്താണ് കാലഗതി, ഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്ഷൻ അല്ലേ? ഗതി നിർണ്ണയിക്കുക, അതിൻ്റെ ദിശ, കാലത്തിൻ്റെ ഗതി, കാലത്തിൻ്റെ പോക്ക് അല്ലെങ്കിൽ കാലത്തിൻ്റെ ദിശ. അപ്പോൾ കാലം ഓരോ സമയത്ത് ഓരോ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ നടക്കുന്നത്. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പം കാലം മാറുന്നതനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ അന്ന് ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളെല്ലാം അങ്ങനെയായിരുന്നു, കാലത്തിൻ്റെ ഗതി അനുസരിച്ചുകൊണ്ടിരുന്നത്. ചില സമയത്തൊക്കെ ഊശാന്താടി ആയിരിക്കും ഫാഷൻ. അപ്പം കുറേ നാൾ ഊശാന്താടി വെച്ചിട്ടുണ്ടാകും, ഇതാണ് ഫാഷൻ. അപ്പോൾ അത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നത്. പിന്നെ ചില സമയത്ത് ക്ലീൻ ഷേവ് ആയിരിക്കും ഫാഷൻ. ചിലപ്പോൾ ഇങ്ങനെ ഷേവ് ചെയ്യാൻ ശ്രദ്ധിക്കാതെ എന്നെ പോലെ മടിയന്മാർ. അപ്പോൾ ഇതെല്ലാം ഓരോരോ കാലത്തിൻ്റെ ഗതിയാണ്. ഇത് മാത്രമല്ല, വസ്ത്രധാരണം, പെരുമാറ്റം. ഈ കാലത്തിൻ്റെ ഒരു ഗതി ഞാൻ പറയട്ടെ. പണ്ട് കാലത്തൊക്കെ അപ്പന്മാരെ പിള്ളേർക്ക് ഭയങ്കര പേടിയായിരുന്നു. അമ്മമാർ വഴിയായിരുന്നു അപ്പൻ്റെ അടുത്തോട്ട് ചെന്നുണ്ട്. ഇപ്പോൾ ഇന്ന് അമ്മമാരെയാണ് പേടി. അപ്പന്മാരുടെ അടുത്ത് ചെന്നിട്ടാണ് അമ്മയോടൊന്ന് പറയണമെന്ന് പറഞ്ഞത്. കാരണം അപ്പം കുറച്ചൊക്കെ സോഫ്റ്റായി അല്ലേ? ഓവർ മെനി എവല്യൂഷണറി ചേഞ്ചസ് ആണ്. അമ്മമാരാണ് നീ പഠിക്കുന്നുണ്ടോടാ എന്താണ് ബഹളം മുഴുവൻ. അപ്പന്മാർക്ക് ഒരു പ്രശ്നമില്ല. ശരിയാണോ? പിന്നെ പണ്ട് കാലത്തൊക്കെ വീട്ടിൽ കൂടുതൽ സാലറി വാങ്ങിക്കുന്നതും അധ്വാനിക്കുന്നതും വീട്ടിൽ ചിലവ് കൊടുക്കുന്നതൊക്കെ ആണുങ്ങളായിരുന്നു. ഇപ്പം പതുക്കെ അത് പെണ്ണുങ്ങളത് അവകാശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആണുങ്ങൾക്ക് ജോലി കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം പെണ്ണുങ്ങൾക്ക് ജോലി കൊടുക്കുന്നു. കാരണം അവർ ഒന്നും പറയാതെ അധ്വാനിച്ചോളൂ, ശമ്പളം കുറച്ച് മതി. പിന്നെ അത് മാത്രമല്ല, വലിയ ശല്യത്തിനും കൊടി പിടിക്കാനൊന്നും പോകില്ല. അതും മാത്രമല്ല, കുറച്ചുകൂടെ നല്ലോണം പഠിച്ചോളും. ഇവന്മാർ ഇതിനിടയിലുള്ള മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പം നമുക്ക് മനോരമയിലൊക്കെ പരസ്യം കാണാം. വീട്ടുജോലി അറിയാവുന്ന, കുഞ്ഞുങ്ങളെ നോക്കാൻ അറിയാവുന്ന പുരുഷന്മാരിൽ നിന്നും ഉദ്യോഗസ്ഥയായ സ്ത്രീ വിവാഹാലോചനകൾ ക്ഷണിക്കുന്നത് വരാൻ പോവാം. അപ്പം വലിയ കാലം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക, ഭയങ്കര സ്പീഡിൽ ഇത് മാറുന്നത്. ഇത് ഒത്തിരി പഠനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ നടന്നിട്ടുണ്ട്. അതിലൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, പണ്ട് കാലത്തൊക്കെ നമുക്ക് ഒരു സത്യം അറിഞ്ഞാൽ ആ സത്യത്തിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും ആൾക്കാർ തയ്യാറായിരുന്നു. ഇന്ന് സത്യം ആരെ സ്വതന്ത്രരാക്കുന്നില്ല. യാക്കോപ്പള്ളി നിൽക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് ശരി എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങൾക്ക് ഇതും വേണം അതും വേണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇത് ശരിക്കും അവരുടെ കുഴപ്പമല്ല, ഈ കാലത്തിൻ്റെ ഗതി അങ്ങനെയാണ്. ഇപ്പം നിങ്ങളൊരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്
സ്കൂളിൽ ചെല്ലുമ്പം സാറ് ചോദിക്കും എങ്ങനെ മനുഷ്യനുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? കുരങ്ങൻ്റെ എന്ന് പറഞ്ഞാൽ തെറ്റാട്ടോ, അങ്ങനെയല്ല. കുരങ്ങൻ്റെ പാലും പറഞ്ഞാണോ മനുഷ്യനുണ്ടായത്? കുരങ്ങനും മനുഷ്യനുമല്ല, ഒരു പൊതുപൂർവികനിൽ നിന്ന് യുഗങ്ങളുടെ പരിണാമ പ്രക്രിയയിലൂടെ മാറ്റങ്ങൾക്ക് വിധേയമായി ഇന്നത്തെ ഹോമോസാപ്പിയൻസ് ഉണ്ടായി. ഇതാണ് അതിൻ്റെ നിർവചനം. അതേ സാറ് പിറ്റേ ദിവസം സൺഡേ സ്കൂളിൽ നിങ്ങളുടെ സാറോ എന്ന് വിചാരിച്ചോ, നിങ്ങളോട് ചോദിക്കുകയാണ് മനുഷ്യൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോമോസാപ്പിയൻസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ പറയും മണ്ണ് കൊണ്ട് ദൈവം മെനഞ്ഞെടുത്ത് ജീവശ്വാസം ഊതി. ഇങ്ങനെ പറയട്ടോ. ഇതിലേതാ നിങ്ങൾ വിശ്വസിക്കുന്നത്? അതിവിടെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് എന്ത് വിശ്വസിച്ചാലും കുഴപ്പമില്ല, അവിടെ ഇവിടെ മാർക്ക് കിട്ടണമെന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും വിശ്വസിക്കുന്നില്ല. ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ചൊന്നും വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ ഇവിടെയും മാർക്ക് കിട്ടണം, അവിടെ ഇവിടെ എൻ്റെ കാര്യം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ട്രൂത്ത് നമ്മളെ ലിബറേറ്റ് ചെയ്യുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ എത്ര പ്രസംഗിച്ചാലും ഈ പ്രസംഗം നിങ്ങൾ കേൾക്കുമ്പോൾ രസമായിട്ട് തോന്നുമെങ്കിലും ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ എടുക്കുള്ളൂ. നാളെ വേറൊരു വചനം അതിൻ്റെ എക്സ്പീരിയൻസ്, അത് ഞാൻ അടുത്ത എക്സ്പീരിയൻസ്, ഇങ്ങനെ ഓരോരോ എക്സ്പീരിയൻസിലോട്ട് പോകുന്നതല്ലാതെ ഇതൊരു ട്രൂത്ത് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഡെലിവറി ചെയ്യില്ല. നാളെ വേറൊരാൾ വന്നിട്ട് ഇവിടെ ദുരാത്മാവാണ്, അവിടെ ഇതാണ് ബാധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആണോ പാസ്റ്ററെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾ പറഞ്ഞാൽ അപ്പം തന്നെ പോകും. ഇപ്പം തന്നെ പോകാൻ റെഡിയായിട്ടിരിക്കുക. അപ്പം ഇത് ഇന്നത്തെ തലമുറ, ഈ കാലത്തിൻ്റെ ഒരു ഗതി എന്ന് പറയുന്നത് സത്യം മനസ്സിലായാലും അത് ഹൃദയത്തോട് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ മെഷീൻസാണ്. ഈ ഒത്തിരി മെഷീൻ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ. ഇത് എതിർ ക്രിസ്തു ആരാധനകൾ നമ്മളെ കാണിച്ചു തരുന്ന ഒരു കാര്യമാണ് ഈ എഫേസ്യർ 6 നമ്മൾ കാണുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ മർമ്മം, ഇന്നും വ്യാപരിക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ മർമ്മം എന്താണ്? നമുക്കറിയാം, ഒരു 25 വർഷം മുമ്പ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് രാവിലെ ഒരു 5 കിലോമീറ്റർ സ്കൂളിലോട്ട് നടന്നു പോകുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. അത് എളുപ്പവും രസവുമായിരുന്നു. ഇങ്ങനെ തിരിച്ചു വരുമ്പം റോഡിൻ്റെ ഓരോ സൈഡ് ഓരോരുത്തർ ബുക്ക് ചെയ്യും. ഇപ്പോൾ ഓരോ സൈഡിൽ എത്ര പശുക്കളുണ്ട് അത് എണ്ണിക്കൊണ്ടിരിക്കും. അവസാനം ആരാണോ ജയിക്കുന്നത് അങ്ങനെ മത്സരം, ഇതാണ് വർത്താനമൊക്കെ പറഞ്ഞ് പിള്ളേർ കൂട്ടു. പക്ഷേ ഇന്നൊരു 500 മീറ്റർ നടക്കേണ്ടി വന്നാൽ ഒത്തിരി നടന്നു എന്നാണ് പറയുന്നത്. കാരണം ആ നടക്കാനുള്ള കപ്പാസിറ്റി പോയി. ഒത്തിരി കാര്യങ്ങളുടെ കപ്പാസിറ്റി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നടക്കാനുള്ളത് പോയി, അതുപോലെ എന്താ പോയത്, കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കഴിവ് പോയി. 78 44 എത്രയാണ്? 122. അത് നേരത്തെ നമുക്ക് ടെക് ടെക് എന്ന് മനസ്സിൽ വരും. പ്രായമായ ആൾക്കാരത് പറയുള്ളൂ, ചെറിയ പിള്ളേർക്ക് പറയാൻ പറ്റത്തില്ല. അവരത് കാൽക്കുലേറ്റർ തപ്പും. എവിടെ കാൽക്കുലേറ്റർ? ആ മെൻ്റൽ എബിലിറ്റിയാണ് പോയത്, നമ്മളത് അറിയുന്നില്ല. അതുപോലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു. നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, ഒരു കൊച്ച് ഒരു റൂമിൽ ഒരു കസേരയിലിരിക്കുന്നു. ഓക്കെ, സങ്കല്പിച്ചോ. ആ കൊച്ച് എന്ത് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്? ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? മുമ്പിലൊരു ടേബിളുണ്ടോ? ടേബിളിൽ ഫുഡുണ്ടോ? പുസ്തകമുണ്ടോ? പഠിക്കുവാണോ? കഴിക്കാൻ പോകണോ? കൂടെ ആരെങ്കിലും ഉണ്ടോ? ലൈറ്റ് ഇട്ടിട്ടുണ്ടോ? പകൽ സമയമാണോ രാത്രി സമയമാണോ? ഇതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അപ്പം നിങ്ങൾ സങ്കല്പിക്കും. ഇതാണ് പണ്ട് കാലത്ത് ഈ നോവലുകളൊക്കെ വായിക്കുന്ന ആൾക്കാർ എല്ലാം സങ്കല്പിക്കുക. അപ്പോൾ അവർ എഴുതി വയ്ക്കും മീശ ഇങ്ങനെയാണ്, അപ്പോൾ മീശ ഇങ്ങനെ നമ്മൾ സങ്കല്പിക്കും. അപ്പം മൈൻഡിന് കുറച്ച് പണിയുണ്ട്, ഇത് സങ്കല്പിച്ചെടുക്കണം. ഇന്നതൊന്നും വേണ്ട, ഇന്നൊരു വീഡിയോയിൽ ഇതും കാണിച്ചു തരും. നമുക്ക് സങ്കല്പിക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു സാധനം, ചിന്താശക്തിയും എല്ലാം ഈ മെഷീൻസ് എടുത്തുകൊണ്ട് പോയി. ഇപ്പം നമുക്ക് പിള്ളേർക്ക് ഒരു കഥ വായിക്കാൻ പറ്റത്തില്ല, അവർക്ക് കാണണം, വീഡിയോയിൽ കാണണം. അവർക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വീഡിയോയിൽ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. അത് കണ്ടോ, മനുഷ്യൻ്റെ വലിയൊരു ബ്രെയിനിൻ്റെ വലിയൊരു ഭാഗം ഈ അന്ത്യകാലത്ത് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുക. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല സ്കില്ലുകൾ. അതുകൊണ്ട് പുതിയ സാധനങ്ങളൊന്നും ആരും കണ്ടുപിടിക്കുന്നില്ല. ഉള്ളത് ഒക്കെ തട്ടിമുട്ടി മുമ്പോട്ട് പോകുന്നുള്ളതല്ലാതെ ഒരു റെവല്യൂഷണറി ആയിട്ടൊരു പുതിയ സാധനം കണ്ടെത്താൻ പറ്റാത്ത ഒരു തിയറിയുടെ സൈഡിലെല്ലാം ഭയങ്കര ഫെയിൽ. ഞാനിത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ വെറും പാവകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ ഒരു ചാനൽ നോക്കുന്നു, ഒരു ചാനൽ അബദ്ധത്തിൽ നോക്കി അതേപോലുള്ള ചാനലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ പതുക്കെ ഇപ്പോൾ ഇന്ന് പിണറായി വിജയനെതിരെ ഒരു ചാനൽ കണ്ടെന്ന് വിചാരിച്ചു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവൻ ദുഷ്ടൻ, എല്ലാം ദുഷ്ടന്മാരാണ്. ഞാൻ പറഞ്ഞത് എല്ലാം നല്ലവരുമാണ്, ദുഷ്ടന്മാരാണ്, മനുഷ്യരെല്ലാം അങ്ങനെയാണ്. കുറേ കഴിഞ്ഞപ്പം അതുപോലത്തെ കുറേ എണ്ണം വരും. ഇതൊരു 10-15 ആകുമ്പോൾ നമ്മളൊരു കടുത്ത വിരോധിയായിട്ട് മാറും. ഇവരെ നമ്മളെ പതുക്കെ നമ്മുടെ ഇഷ്ടങ്ങളനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്ത് പതുക്കെ അവർ ചിന്തിപ്പിക്കുന്നവരെ നമ്മളെ ചിന്തിപ്പിക്കും.
അതെല്ലാ പാറ്റേണിലും അങ്ങനെയാണ്. നമ്മൾ ആരുടെയൊക്കെയോ നിയന്ത്രണത്തിൽ. ഇതെന്തിനാ ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എതിർ ക്രിസ്തു വരുന്നത് അങ്ങനെയാണ്. എതിർ ക്രിസ്തു എന്ന് പറയുന്നത് കൊമ്പും വാലും ഒക്കെ ഉള്ളൊരു സാധനമായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പക്ഷേ എതിർ ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ എതിർ ക്രിസ്തുവിൽ സാത്താനുള്ളതിനേക്കാളും പങ്ക് മനുഷ്യനാണെന്നുള്ളതാണ്. സാത്താനാണോ എന്ന് വെച്ചാൽ ആണ്. പക്ഷെ അവിടെ പറയുന്നൊരു വാക്ക്, ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യന്റെ സംഖ്യ. അതാണ് 666. ഇനി ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനോട് സാത്താൻ എന്താ പറയുന്നത്? ഞാനൊരു രാജ്യം തുടങ്ങാൻ പോവാണ്, നീ വന്നാ നിന്നെ മന്ത്രിയാക്കാന്നല്ല പറയുന്നത്, നീ ദൈവത്തെ പോലെ ആകാനാ പറയുന്നത്. അപ്പൊ എങ്ങനെയാ മനുഷ്യന് ദൈവത്തെ പോലെ ആകാൻ പറ്റുന്നത്? മനുഷ്യന് ദൈവത്തെ പോലെ ആകാൻ 2 വഴികളാണ് ഉള്ളത്. ഒന്നവന് ദൈവമെന്ന് തോന്നാം. നിങ്ങളുടെ വീട്ടിൽ ആരാ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഭാര്യമാരെല്ലാം പറയാം ഞങ്ങളുടെ വീട്ടിലെ ഭർത്താവ് പറയാം, അവള് പറയുന്നവരൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ സംഗതി ആരായാലും ഇവരിൽ ആരാണ് കാര്യം തീരുമാനിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ വഴക്ക്. അപ്പം നമുക്കൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തെ ദൈവം നമ്മളാണ് തീരുമാനിക്കുന്നത്. ഇനി നമ്മുടെ ദൈവം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. അതൊന്നുകൂടെ വിശദീകരിക്കാം. ഈ ദൈവം നമ്മളായി മാറുന്നത് എങ്ങനെയാണെന്നറിയോ? ഹിന്ദുക്കൾ പറയുന്ന അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാണ് ദൈവം എന്നാണ്. പക്ഷെ നമ്മളും അങ്ങനെ തന്നെ ഏകദേശം. അതായത് തിയോളജിയിലൊരു പ്രയോഗമുണ്ട്, ഇൻ കർവേറ്റസ് ഇൻ സേ എന്ന് പറയും. അതായത് വളഞ്ഞ് ഇരിക്കും എന്നർത്ഥം. അതായത് നമ്മൾ എന്ത് ചിന്തിച്ചാലും വളഞ്ഞേ ഇരിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആർക്ക് വേണ്ടിയുള്ളതാണ്? ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ അയൽവക്കക്കാർ നിങ്ങൾക്കെതിരെ ഭയങ്കര പോരാട്ടമെന്ന് വിചാരിച്ചോ, ദൈവം ആരുടെ പക്ഷത്താണ്? പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ പക്ഷത്താണ്. ഈ BJP-ക്കാർ, RSS-കാർ, കമ്മ്യൂണിസ്റ്റുകാർ, കോൺഗ്രസ്സുകാർ, ഇവരെയൊക്കെ കുറിച്ച് നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത് അത് തന്നെയല്ലേ ദൈവം ആലോചിക്കുന്നത്? ആണോ അല്ലയോ? അല്ലേ? നരേന്ദ്രമോദി നിങ്ങൾ എങ്ങനെ കാണുന്നു അങ്ങനെ തന്നെയല്ലേ ദൈവം കാണുന്നത്? ഒന്നാലോചിക്ക്. അയാളെ തോപ്പിക്കണം നിങ്ങൾ എത്ര ആഗ്രഹിക്കുന്നു അത്രയും ദൈവം ആഗ്രഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? ഇല്ല. ഇനി അതും പോട്ടെ, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, എൻ്റെ കർത്താവേ എൻ്റെ പിള്ളേരെ കാനഡയിൽ വിടണേ. IELTS 15ാമത്തെ പ്രാവശ്യം തോറ്റതാണ്, ഈ പ്രാവശ്യമെങ്കിലും ഒന്ന് ജയിപ്പിച്ച് വിടണേ. അതാണ് അടുത്ത പ്രാർത്ഥന. അതിനെതിരെ പോരാടുന്ന. അപ്പോൾ അതിനർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്ലാൻ എന്തോ? എങ്ങനെയെങ്കിലും ഇവനെ കാനഡയിൽ വിടണം. എൻ്റെ ആഗ്രഹം എന്താ? എങ്ങനെയെങ്കിലും കാനഡയിൽ വിടണം. പക്ഷെ എന്തുകൊണ്ട് പോകുന്നില്ല? ഇതിനേക്കാളൊക്കെ ശക്തനായ ഒരു സാധനം പിശാച് ഈ ദൈവത്തിൻ്റെ പ്ലാനുകളൊന്നും നടപ്പിക്കുന്നില്ല. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ തോറ്റിങ്ങനെ ഇരിക്കുക, എന്നാ ചെയ്യണമെന്ന് അറിയാൻ മേല. ഈ ദൈവവും ഞാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നമ്മൾ അന്വേഷിക്കുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മുടെ സ്വപ്നങ്ങളുടെ എല്ലാം കൂടെ നിൽക്കുന്നൊരു ദൈവം. കാനഡയെങ്കിൽ കാനഡ, നോർവേ എങ്കിൽ നോർവേ, എവിടെ നമ്മൾ പറഞ്ഞാൽ മതി, ദൈവം റെഡി. ആകെ മൊത്തം സംഗതി ഭയങ്കര കുഴപ്പത്തിലാണ്. കാരണം മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പോയി അവനെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം ഞാൻ കാനഡയിൽ പോകാനുള്ള പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ പറഞ്ഞു, എൻ്റെ ബ്രദറെ കാനഡയിലോട്ട് പോകേണ്ടവരുടെ ക്യൂ എന്ന് പറഞ്ഞാൽ 2024 വരെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് യൂറോപ്പിലോട്ടൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ജർമ്മൻ പഠിച്ചാൽ ജർമ്മനി പോകാം. എന്നാൽ ജർമ്മനി എങ്കിൽ ജർമ്മനി. കർത്താവ് എന്നെ ജർമ്മനിലോട്ട് തുടങ്ങി. അപ്പോൾ ദൈവം മാറ്റി. ദൈവം നേരത്തെ കാനഡയ്ക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ അധ്വാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ദൈവം നമ്മൾ ജർമ്മനിലോട്ട് പോയ സ്ഥിതിക്ക് ദൈവം വന്നാൽ പിന്നെ ജർമ്മനി. ഇതിനകത്ത് ദൈവം ഉണ്ടോ സഹോദരങ്ങളെ? ശരിക്കും ഇങ്ങനെ ഒരാൾ? ഇത് നമ്മുടെ സങ്കല്പ സൃഷ്ടിയല്ലേ? നമുക്കൊരാശ്വാസം കിട്ടാൻ വേണ്ടി ഒന്നും നടക്കുന്നില്ല, എന്നാൽ പിന്നെ യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ്. സത്യം പറഞ്ഞ് ഈ തട്ടിപ്പ് നമ്മുടെ പിള്ളേരൊന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. അവർ വിശ്വസിക്കുന്നതായിട്ട് അഭിനയിക്കുക. എന്നെ നിങ്ങൾ സമാധാനമായിട്ട് പറഞ്ഞു വിടുമെന്നല്ല, വെള്ളം. ഇനി വേറൊരു ഊടായ്പ ഞാൻ പറഞ്ഞുതരാം. ഈ വിശ്വാസികളുടെ വേറൊരു തന്ത്രം. ഞാൻ തകർക്കാൻ വന്നതല്ല കേട്ടോ, പണിയാൻ വന്നതാ. നിങ്ങൾ വിഷമിക്കണ്ട. ചിലതൊക്കെ തകർന്നാലേ നമുക്ക് ചിലതൊക്കെ പണിയാൻ പറ്റുള്ളൂ. അല്ലെ നമുക്കൊന്നും മനസ്സിലാവില്ല. ഈ ദൈവം ആരാന്ന് പോലും മനസ്സിലാവില്ല. അതാണ് ഇതിനകത്തെ പ്രശ്നം. ഓക്കെ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വഭാവം ഇങ്ങനെ
ദൈവത്തിന് പ്രത്യേകിച്ചൊരു സ്വഭാവമില്ല. നമ്മൾ തന്നെയാണ് നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ദൈവം. ഇതാണ് നമ്മുടെ അവസ്ഥ. ഓക്കെ. ഇനി വേറൊരു തട്ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, എന്തുണ്ടെങ്കിലും യേശുപ്പച്ചോണ്ട് ചോദിച്ചാൽ യേശുപ്പച്ച തരും, നീ പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പം കൊച്ചു വന്ന് ചോദിക്കും, എനിക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേണം പപ്പ. അപ്പം പപ്പയുടെ പൈസ ഉണ്ട്, വേണമെങ്കിൽ മേടിച്ച് കൊടുത്താൽ മതി. പക്ഷേ പുള്ളി പറയും, ഞാൻ വിശ്വാസം പഠിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നീ യേശുപ്പച്ചോണ്ട് പ്രാർത്ഥിക്കുക, യേശുപ്പച്ച ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് തരും. ഇവൻ രാത്രി മുഴുവൻ ഇരുന്ന് കർത്താവേ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് തരണേ. പാവം കൊച്ചു വല്ലതും അറിയും. പിറ്റേ ദിവസം രാവിലെ ആയപ്പം അപ്പൻ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് കൊണ്ടുപോയി കൊടുക്കും, ഇവിടെ വെച്ചേക്കും. അപ്പം മേശപ്പുറത്ത് ഇരിക്കും. അപ്പം പുള്ളി അറിയൂ, രാത്രി യേശുപ്പച്ച എനിക്ക് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് തന്നു. സാക്ഷ്യം പറഞ്ഞു. നമ്മൾ ഇത്രയും ഭയങ്കര വിശ്വാസി ലോകത്തില്ലെന്ന് ബാക്കിയുള്ളവർ വിചാരിക്കും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? കുറച്ച് കഴിയുമ്പോൾ സ്കൂളിൽ പോകുമ്പം ഇവൻ പ്രാർത്ഥിക്കും, കർത്താവ് എക്സാമിനേഷൻ എനിക്ക് 1ാം റാങ്ക് തരണേ, എന്നെ പാസ്സാക്കണേ. പക്ഷെ എന്ത് സംഭവിക്കും? പ്രാർത്ഥിക്കാത്ത കൊച്ചിന് 1ാം റാങ്ക്, ഇവന് 4ാം റാങ്ക്. പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരു പരിപാടി നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, സമയത്ത് എക്സാമിനേഷൻ നല്ല പാസ് കിട്ടുന്നില്ല, പ്രൊമോഷൻ കിട്ടുന്നില്ല. പ്രാർത്ഥിക്കാത്തവർക്ക് ഇതെല്ലാം കിട്ടുന്നു, അവർ ജോലി വാങ്ങിക്കുന്നു. നമ്മുടെ പ്രവാചകന്മാർ അന്വേഷിച്ച് എന്താ പ്രവാചക വിടുതലില്ലാത്തത്? പ്രവാചകൻ പറഞ്ഞ അടുത്ത ഓഗസ്റ്റിലാണ് വിടുതൽ വരുന്നത്, അതുവരെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്, അടുത്ത ഓഗസ്റ്റ് വരെ കാത്തിരിക്കണം. നമ്മൾ വിചാരിക്കാം ഓഗസ്റ്റ് വരെ കാത്തിരുന്നാൽ മതിയാവോ? ഈ പ്രവാചകൻ മതിയോ? നമുക്ക് എങ്ങനെയെങ്കിലും കാര്യം നടന്നു കിട്ടണം. സഹോദരങ്ങളെ, അവസാനം വന്ന് പെന്തക്കോസ് എന്ന് പറഞ്ഞെങ്കിൽ ഒരൊറ്റ പരിപാടിയുള്ളൂ, വിടുതലെടുക്ക്, കാത്തിരിപ്പ്, പ്രവാചകൻ, നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം മാത്രം. ഞാൻ ഈ തൃശ്ശൂരിൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് 2014 പ്രസംഗിക്കാൻ വന്നു. എവിടെ ഓർമ്മയൊന്നുമില്ല, തൃശ്ശൂരിൽ. അപ്പം ഞാൻ അവിടെ ലോകം പ്രസംഗമായിരുന്നു. ഇന്ന് എനിക്കൊരിത്തിരി ക്ഷീണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് എത്ര നേരം നിൽക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടം പോലെയാണ്. പിശാചിൻ്റെ പോരാട്ടമൊന്നുമല്ല കേട്ടോ. ഞാൻ അവനൊരു തുള്ളി പോലും മഹത്വം കൊടുക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ പ്രസംഗം കഴിഞ്ഞു. 10 മണി തൊട്ട് 3:30 വരെ പ്രസംഗമായിരുന്നു. ഇടയ്ക്ക് വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചില്ല. ഉച്ചയായപ്പോൾ എനിക്ക് ഇത്തിരി വിശപ്പൊക്കെ തോന്നി. ഞാൻ പറഞ്ഞു, നമുക്കൊരു ബ്രേക്ക്, പൊക്കോട്ടെ എന്ന് പറഞ്ഞു. 3 മണി വരെ. 3 മണി കഴിഞ്ഞ് ഇപ്പോൾ ഒരു ആൻറ്റി എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, പാസ്റ്റർ പ്രസംഗം വളരെ നന്നായിരുന്നു, എനിക്കൊരു സംശയമുണ്ട്. എന്താ? എൻ്റെ മോൻ അമേരിക്കയിലും കാനഡയിലും പോകാനുള്ള സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്, എവിടെ പോകുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം എന്നൊന്ന് പ്രാർത്ഥിച്ച് പറയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മുകളിലോട്ട് പോകുന്നതാണ് ദൈവത്തിൻ്റെ ഹിതം. ഈ കാനഡയിൽ പോകണോ അമേരിക്കയിൽ പോകണമെന്നൊന്നും പറയാൻ എനിക്കറിയാം. ഇത് 2 സ്ഥലവും ഞാൻ കണ്ടിട്ടില്ല. മാത്രമല്ല ഇതിനകത്തൊക്കെ ഏതാ നല്ലതെന്ന് അറിയണം. നിങ്ങൾ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ എക്സ്പേർട്ടിനെ പോയി കാണും. എനിക്കിതൊക്കെ പറയാൻ എനിക്കറിയാമില്ല. എനിക്ക് ആകെ മുകളിലോട്ടുള്ള വഴിയല്ലാതെ വേറെ ഒരു വഴിയും എന്നെ കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യാൻ പറ്റും? നമ്മൾ വിചാരിക്കുന്ന ഈ പാസ്റ്റർമാരുടെ എല്ലാം പണി ഇത് പ്രാർത്ഥിച്ച് ഗണിച്ച് പറയാന്നുള്ളതെന്നാണ്. അമേരിക്കയാണോ കാനഡ, ഇതിനി അറിയാൻ വയ്യാത്ത പാസ്റ്റർ ആണെങ്കിൽ പറയുന്നത് അവനൊന്നും ഒരു അഭിഷേകമില്ല. ഈ അമേരിക്കൻ കാനഡയും കാണിച്ചു വരുന്ന ഒരുത്തിനെ കണ്ട എൻ്റെ സഹോദരങ്ങളെ, ഇത് നമ്മളെ തന്നെ നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത്. വി ആർ ഡിസൈഡിങ്. അത് മാത്രമാണോ? നമുക്ക് 1000 രൂപ തന്നാൽ 100 രൂപ കൃത്യമായിട്ട് കമ്മീഷൻ കൊടുത്തിട്ടാണ് ദൈവത്തെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. എന്നോടൊരാൾ ചോദിച്ചാൽ, പാസ്റ്ററെ 25,000 രൂപയുടെ ദശാംശം എന്ന് പറഞ്ഞാൽ 2,500 രൂപ തന്നെയല്ലേ? ഞാൻ പറഞ്ഞത് ഞാൻ റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട്, എൻ്റെ ഒരു കാര്യവും ദൈവം സാധിച്ചു തരുന്നില്ലെന്ന്. അപ്പം കൂലി വരെ കൊടുത്തു തുടങ്ങി. പത്രോസിൻ്റെ കാര്യം വെച്ചെങ്കിൽ പത്രോസ് മീൻ പിടിക്കാൻ പോയപ്പോൾ കർത്താവ് വലിയ മീൻ കൊണ്ട് നിന്ന് പിറ്റേ. അപ്പോൾ പത്രോസ് പറയാം, കർത്താവെ നാളെ നീ എൻ്റെ കൂടെ വരണേ, 100 മീൻ എനിക്ക് കിട്ടിയാൽ 10 മീൻ നിനക്ക് കൃത്യമായിട്ട് തന്നേക്കാം. നാളെ ഈ ബിസിനസ്സിൽ നീ എൻ്റെ കൂടെ ഇറങ്ങി വരുന്നതിനായി സ്തോത്രം, എൻ്റെ പടകിൽ നീ ഇറങ്ങി. അങ്ങനെയാണ് പറഞ്ഞത്. ദയവായിട്ട് എന്നെ വിട്ടു പോകാനാണ് പറഞ്ഞത്. കാരണം അവൻ ദൈവത്തെ കണ്ടു, നമ്മൾ മീനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വൈബ്രേഷനോടെ പറയും, പടകിൻ്റെ നടുവിൽ യേശു ഉണ്ടെങ്കിൽ. യേശു ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അതാണ് സത്യം. മീൻപിടുത്തവും തീരും അതോടുകൂടി. വലയം വലിച്ചു കയറി നമ്മൾ ഏതിലെങ്കിലും പോകും. ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് അങ്ങനെ ഇറങ്ങി നമ്മുടെ അടുത്ത് വന്നില്ല എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കി വച്ചിരിക്കുന്നതൊക്കെ മനുഷ്യൻ്റെ ചിന്തകളുടെ, ഭയത്തിൻ്റെ, കൊതികളുടെ ഒരു എക്സ്റ്റൻഷനാണ് മനുഷ്യൻ നിർമ്മിച്ചു വച്ചിരിക്കുന്ന ദൈവം. ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്നെ സഹായിക്കും എന്ന് വിചാരിക്കുന്ന മതം,
എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നറിയോ? ഇവർ കുറേ കഴിയുമ്പോൾ പ്രാർത്ഥിക്കുന്നതിലൊന്നും നടക്കുന്നില്ല. ഇവരുടെ ഉള്ളിലറിയാം ഈ പ്രാർത്ഥിച്ചാലൊന്നും നടക്കില്ല, പക്ഷെ അവർ വെളിയിൽ കാണിക്കില്ല. അവരുടെ ഉള്ളിൽ നിന്ന് ആ ഫെയ്ത്ത് പതുക്കെ പതുക്കെ പോയി. പിന്നെ നിങ്ങൾ പറയുമ്പോൾ അവർ വന്നിരിക്കും, പറയുമ്പോൾ അവർ പീ എന്ന് വയ്ക്കും, പറയുമ്പോൾ അവർ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കും, പാട്ട് പാടും, ടാലൻറ്റ് കാണിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ കർത്താവ് നടത്തും എന്നൊരു ഫെയ്ത്ത് പോയി. അവരുടെ പിള്ളേരുടെ കാലം വരുമ്പോഴേക്കും അത്രയും പോലും കാണുന്നില്ല. അതുകൊണ്ട് പെന്തക്കോസ്തിൻ്റെ 4ാം ജനറേഷനായാലും 3ാം ജനറേഷനായാലും ഇത് അവസാനത്തെ ജനറേഷൻ ആകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ നിൽക്കുന്നത്. ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല, ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ദർ ഇസ് നോ ഫെയ്ത്ത്. ഈ ഫെയ്ത്ത് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ താളം തെറ്റി പോയിട്ടുണ്ട്, നമ്മൾ തോറ്റു പോയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളോടെ ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ഇത് നിങ്ങളോടൊരു ചോദ്യമായിട്ട് എടുത്തോ, നിങ്ങളോട് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങൾ നേരത്തെ എൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഞാനൊരു ദിവസം AGയുടെ തന്നെ എറണാകുളത്തുള്ളൊരു ചർച്ചിൽ പ്രസംഗിക്കുമ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും, നിങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങളുടെ കടഭാരങ്ങൾ മാറും, രോഗങ്ങൾ സൗഖ്യമാകും, നിങ്ങളുടെ ബിസിനസ്സിനെ അഭിവൃദ്ധിപ്പെടുത്തും, തലമുറയെ അനുഗ്രഹിക്കും, പിന്നെന്താ, കടഭാരങ്ങൾ മാറും. 100% വിശ്വാസമുള്ളവരൊന്ന് കൈവക്കാൻ പറഞ്ഞു. എല്ലാവരും കൈവക്കി. പുറകോട്ട് നോക്കി, പുറകോട്ട് 3-4 പാസ്റ്റർമാരുണ്ടായിരുന്നു, അവരെല്ലാവരും കൈവക്കി. എല്ലാവർക്കും വിശ്വാസമല്ല, അതെല്ലാവരും വിശ്വാസമുണ്ടോ? അടുത്ത ചോദ്യം. ഇപ്പം സമയം 12:10 12:15 കർത്താവ് വന്നാൽ 100% ഞാൻ കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കും എന്ന് 100%, 99.9 അല്ല, 100% ഉറപ്പുള്ളൊരു കൈവക്കാൻ പറഞ്ഞു. നിങ്ങളോട് ഞാൻ ചോദിക്കുവാന്ന് വിചാരിച്ചോ, കൈവക്കണ്ട, വെറുതെ എന്തിനാ? ഒരൊറ്റ ആൾ പോലും കൈവക്കില്ല. പുറകോട്ട് നോക്കിയപ്പോൾ ആരും കൈവക്കിയിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആശിക്കുന്നൊക്കെ ഉറപ്പാണെങ്കിലും അതൊക്കെ ഇവിടെയാണ്. കുറേ നാളായിട്ട് ഈ സ്വർഗത്തിൽ പോകുന്നുള്ളൊരു ആശയം പോയി, ഉറപ്പും പോയി. പിന്നെ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെന്ത് വിശ്വാസമാണ്? ആശിക്കുന്നതിൻ്റെ ഉറപ്പല്ല, മോഹിക്കുന്നതിൻ്റെ ഉറപ്പാണ്. പ്രത്യാശ പണ്ടേ പോയി. സ്വർഗത്തിൽ പോവോ? ഞാൻ ഒരു ചർച്ച ചെന്ന് ഇങ്ങനെ, ഞാൻ ആദ്യമൊക്കെ എല്ലാവരോടും ചോദിക്കുമായിരുന്നു, ഞാൻ നിങ്ങളുടെ കൈവക്കണം എന്ന് പറയണതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ പറയാൻ പേടിയാണ്. ഒരു ചർച്ച ചെന്നപ്പോൾ ഒരു പാവ അപ്പച്ചൻ മാത്രം കൈവക്കി, ബാക്കി എല്ലാവരും പുള്ളി നോക്കി ചിരിക്കുക, കണ്ട അഹങ്കാരി, അവൻ സ്വർഗത്തിൽ പോകാൻ വേണ്ടി കാലും ഫിറ്റ് ചെയ്ത് ഇറങ്ങിയേക്കോ രാവിലെ. ഈ സാഹചര്യം ഒരു 50 വർഷം നമുക്കൊന്ന് പുറകോട്ട് പോയി നോക്കാം. അന്ന് എല്ലാ പ്രസംഗങ്ങളും പറയുന്ന കർത്താവ് വരാറായി, നാമും പോകാറായി, എല്ലാ പ്രസംഗവും. ട്രാക്ട് കൊടുത്താൽ പറയും, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഇന്നിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ട്രാക്ട് തരണ്ടേ? നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇന്ന് മരിച്ചാൽ ഉത്തരവില്ല. എവിടെ പോയി ആ ഫെയ്ത്ത്? ഒരു 25-30 വർഷം മുമ്പ് എഴുതിയ പാട്ടുകളെല്ലാം പ്രത്യാശാ ഗാനങ്ങളായിരുന്നു. എല്ലാ പാട്ടും നമ്മൾ ഈ വഴിയിലെ പെരുന്നാളിന് പാടുന്ന പാട്ട്, കത്തോലിക്കര് കൺവെൻഷന് പാടുന്ന പാട്ട്, ഞാൻ ചർച്ചിലെ ആരാധനയ്ക്ക് പാടുന്ന പാട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതെല്ലാം പ്രത്യാശാ ഗാനങ്ങളായിരുന്നു. സ്വർഗനാട്ടിലൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ, രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി, അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചരി. ഇതൊക്കെ റൂട്ടിൽ കൂടെ പാടി നടന്ന പാട്ടുകൾ, അല്ലാതെ നമ്മൾ ചർച്ചിൽ പാടിയ പാട്ട്. മൽപ്രിയനെ അന്വേഷിച്ചു നായകനെ എപ്പോൾ വരും, സിയോൻ യാത്ര ഇതിൽ മനമേ ഭയമൊന്നും. ഇതല്ലാത്ത ഒരൊറ്റ പാട്ട് പോലും ഒന്നില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട 94, അതിനുശേഷം ഇന്നേ വരെ ഒരൊറ്റ പ്രത്യാശാഗാനം പോലും ആരും എഴുതിയിട്ടില്ല. 28 വർഷമായിട്ട് 26 വർഷമായിട്ട് ഒരൊറ്റ പ്രത്യാശാഗാനം പോലും നമ്മളാരും പാടുന്നില്ല. മനസ്സിലായോ എന്താ പറ്റിയത്? ഈ തൃശ്ശൂരിനടുത്ത് കാനാരിമഠം എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. നിങ്ങൾക്കറിയാമോ അല്ലേ? നിങ്ങൾക്ക് നാട്ടുകാർക്കെല്ലാം അറിയാമായിരിക്കും, ഇത്തിരി പ്രായമായവർക്ക്. അന്ന് മനോരമയിൽ അവരുടെ പരസ്യം കാണുമായിരുന്നു. നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ, കുടുംബ പ്രശ്നങ്ങളുണ്ടോ, ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടോ, കടഭാരമുണ്ടോ, ഞങ്ങളെ സമീപിക്കുക. കാനാരി ചാത്തൻ സേവാമഠം. അന്ന് നമ്മൾ സുവിശേഷകരെല്ലാം ഇന്ന് മരിച്ചാൽ നിത്യത എവിടെയെന്ന് പറഞ്ഞുകൊണ്ട് കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടൊക്കെ വരുന്നു.
ഇപ്പം സുവിശേഷകർ ഈ പണി ഏറ്റെടുത്തു. നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടോ, കടഭാരമുണ്ടോ, അവർ പൂട്ടിപ്പോയി. നമ്മുടെ ആ ഭയങ്കര അഡ്വർടൈസ്മെന്റ് അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ഈ നിത്യതയെക്കുറിച്ച് പറയുന്ന ആൾക്കാർ ഇവിടുന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ശരിക്കും ആരാ ജയിച്ചത്? ഇവിടെയാണ് ശത്രു ജയിച്ചത്. പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കാൻ പറ്റാത്ത വിശ്വാസികളെന്ന് ചിന്തിക്കുമ്പോഴും അവർ കർത്താവിൻ്റെ യാഗത്തിലേക്ക്, അതിലൂടെയുള്ള വീണ്ടെടുപ്പിലേക്ക് കടന്നു വരാൻ പറ്റാതെ നമ്മൾ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന അതേ മോഹങ്ങളെ വർദ്ധിപ്പിക്കുമാറുള്ള ശുശ്രൂഷകൾ. വലിയൊരു മരണം, ആത്മിക മരണത്തിൻ്റെ നടുവിലാണ് ഇന്ന് ലോകത്തിലെ സഭകൾ മുഴുവൻ. ഓരോ പ്രസംഗം കേട്ടിറങ്ങുമ്പോഴും കൂടുതൽ മോഹികളായി നമ്മൾ ഇറങ്ങുകയാണ്. മോഹികളായി. അത് ശുശ്രൂഷകരും അങ്ങനെ തന്നെയാണ്. 2017 എന്നോടൊരു പാസ്റ്റർ പ്രവചിച്ചു, നിങ്ങളുടെ ശുശ്രൂഷയുടെ തലം മാറാൻ പോവാണ്. ഞാൻ പറഞ്ഞു എങ്ങനെ? പുള്ളി പറഞ്ഞു, ഇപ്പോൾ 200 പേരോട് സംസാരിക്കുന്ന നിങ്ങൾ 2000 പേരോട് സംസാരിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ മാറാൻ പോവാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ശമരിയാക്കാരി സ്ത്രീ അന്വേഷിച്ച് നടന്ന യേശുവിൻ്റെ തലത്തിലേക്കും ഒരു ഷണ്ണന് വേണ്ടി മരുഭൂമിയിലൂടെ നടന്ന ഫിലിപ്പോസിൻ്റെ തലത്തിലേക്കുള്ളൊരു പ്രൊമോഷനാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മനസ്സെനിക്ക് വരുന്നതാണ് എന്നെ സംബന്ധിച്ച് പ്രൊമോഷൻ. എന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ എത്ര പേര് വരുന്നു ഞാൻ അന്വേഷിച്ചില്ല. എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇന്ന് ടൈം ഉണ്ടായിരുന്നു. ടൈം ഉണ്ടെങ്കിൽ ഒരാളോട് സുവിശേഷം പറയുക, അത്രേ ഉള്ളൂ. അതിന് വേണ്ടിയുള്ളൊരു അവസരം എവിടെ കിട്ടിയാലും ഞാൻ പോകും. 4 പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചത് 3 പേരുണ്ടായിരുന്നു. ചുമ്മാ വീട്ടിലിരിക്കുന്നതിനൊക്കെ എന്നോട് പറഞ്ഞ് ഇങ്ങനെ എല്ലാ മീറ്റിങ്ങിനും പോയാൽ നമ്മുടെ വില പോകുന്നു. നമ്മൾ വലിയ വലിയ മീറ്റിങ്ങിന് മാത്രം പോയാലേ നമുക്കൊരു വില ഉണ്ടാവുള്ളൂ. 2-3 പേരെടുത്ത് പ്രസംഗിച്ചാൽ ഇവനെ എല്ലായിടത്തും വിളിച്ച ഇതൊക്കെ ബിസിനസിന്റെ തന്ത്രങ്ങളാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറയുവാ, പാസ്റ്ററെ ഞാൻ പ്രവചിക്കുന്നില്ല, അതുപോലെ നടക്കുന്നുണ്ട്. ഇതും നടക്കുമായിരിക്കും. പക്ഷെ ഞാൻ ഏത് ആത്മാവിലെ പ്രവചിക്കുന്നത് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. ഞാൻ പറഞ്ഞ സംശയിക്കാനൊന്നുമില്ല. പുള്ളി ഉടനെ അത് വിട്ടു. ഇപ്പം പ്രവചിക്കുന്നില്ല, ഇപ്പം ജോലി ചെയ്ത് ജീവിക്കുക. ഒരു പ്രസംഗം കേട്ട്, ഒരു പ്രവചനം കേട്ടിറങ്ങുമ്പോഴേക്കും അടുത്ത കാലത്തെങ്കിലും കർത്താവ് വരല്ലേ, ഇനി കുറേ കൂടെ വിടുതൽ ബാക്കിയുണ്ട്, എൻ്റെ വീട് പണി തീർന്നിട്ടില്ല, എൻ്റെ മക്കൾ സെറ്റിലായിട്ടില്ല, അതെല്ലാം കഴിഞ്ഞ് കർത്താവ് വന്നാൽ മതി എന്നാ തോന്നുന്നെങ്കിൽ യു ആർ ഇൻ എ ബിഗ് ട്രബിൾ. നിങ്ങൾ വേറൊരു ആത്മാവിനാൽ ശുശ്രൂഷിക്കപ്പെടുന്നുണ്ട്. അത് പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ആത്മാവല്ല, മോഹങ്ങൾ ജനിപ്പിക്കുന്ന ആത്മാവാണ്, അത്യാഗ്രഹത്തെ വർദ്ധിപ്പിക്കുന്ന ആത്മാവ്. ശുശ്രൂഷപരമായി മാത്രമേ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കും. 2 മുറിയുള്ള ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ, 2 നിലയുള്ള ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ വിശ്വാസം? ഏതാ വിശ്വാസം? കൂടുതൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? 2 നിലയുള്ള വീട്. ഏതാ അത്യാഗ്രഹം? അപ്പൊ വിശ്വാസം ഈസ് ഈക്വൽ ടു മോർ അത്യാഗ്രഹി ഈസ് കോൾഡ് എ ബെറ്റർ വിശ്വാസി. ആണോ അല്ലയോ? അപ്പൊ ഈ വിശ്വാസം എന്ന് പറഞ്ഞ് നമ്മൾ വളർത്തിവിടുന്ന സാധനം എന്തോ. എന്നാൽ യഥാർത്ഥ വിശ്വാസം, എബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസം എന്താ? ദൈവം ശില്പിയായി പണിയുന്ന അടിസ്ഥാനമുള്ളൊരു നഗരം ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ടെന്റ് മതി. ഇതാണ് രക്ഷാകരമായ വിശ്വാസം. പക്ഷെ ഇന്ന് സാത്താൻ നമ്മുടെ ഇടയിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന വിശ്വാസം ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ അവശിഷ്ടങ്ങളാണ്. ഇതാണ് ബാബിലോൺ. ഈ ബാബിലോൺ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിന്റെ മഹത്വം. ഈ പോരാട്ടത്തെ ജയിക്കാനാണ് നമുക്ക് പ്രയാസം. കാരണം ഇതൊരു മനുഷ്യൻ ഇറക്കി വിടുന്നതല്ല. ഇത് അന്ത്യകാലത്ത് ലോകത്തിൽ മുഴുവൻ വ്യാപിക്കുന്ന കാലഗതിയുടെ പ്രത്യേകതയാണ്. 1980 വിശ്വാസി അല്ല 2022 വിശ്വാസി. അവന്റെ മോഹങ്ങൾ വേറെയാണ്, അവന്റെ അജണ്ട വേറെയാണ്. അപ്പോൾ ഈ കാലഗതിക്കനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് എതിരെ നീന്താനുള്ള ശക്തിയില്ല. ഇനി വിവാഹം കഴിക്കാൻ പോകും. നമ്മുടെ ദൈവം നമ്മൾ തന്നെയാണ്. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന യുവാവ് ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കുറേ ആയപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു, ഇത് ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ ആലോചനയല്ല, ഇത് ജഡത്തിൻ്റെ ഗൂഢാലോചനയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു,
ബ്രദർ പറയുന്നവരൊന്നുമല്ല, വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. അന്ന് ബ്രദറായി, ഇന്ന് ആ ബ്രദർ അല്ലാതായത്. കർത്താവ് ബ്രദർ യേശു പോലും അല്ലായിരുന്നു, വെറും യേശു ക്രിസ്തു ആയിരുന്നു. ഇനി കേഫാവിനോട് പൗലോസ് സംസാരിക്കുമ്പോൾ റവറന്റ് കേഫ, ബ്രദർ കേഫ, പാസ്റ്റർ കേഫ പോലും പറഞ്ഞാൽ നമുക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നും. ഇതെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. പക്ഷെ പാസ്റ്റർ ചേസ് എന്ന് പറഞ്ഞാൽ അത് തോന്നാത്തതിൻ്റെ കാരണം അന്തകാലമല്ല ഇന്ത കാലം എന്നുള്ളതാണ്. അന്ത ആളല്ല ഇന്ത ആൾ. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ കല്യാണം, അപ്പം പുള്ളി പറയാണ് അത് ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധമല്ല, പിന്നെ പറ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള. ഇത് എവിടെ നിന്ന് കിട്ടിയത്? ബൈബിളിലുണ്ടോ അങ്ങനെ? ബൈബിളിൽ എഴുതിയിരിക്കുന്ന സ്ത്രീ അവളുടെ പിതൃഗ്രഹത്തെ മറന്നു, പുരുഷൻ അവൻ്റെ അപ്പനെ അമ്മയും വിട്ടു ഭാര്യയോട് പറ്റിച്ചേരുന്നു. അത് അപ്പുറത്തെ അമ്മായിപ്പനും അമ്മയും ഇപ്പുറത്തെ അമ്മായിപ്പനും അമ്മയും ഇരുന്ന് കപ്പയും മീനിൽ നിന്ന് ഗോസിപ്പടിക്കാനുള്ള പരിപാടിയല്ല കല്യാണം എന്ന് പറയുന്നത്. ഇനി ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ പറയാം. പെൺപിള്ളേരോട് ഇത് സീരിയസ് ആയിട്ട് എടുക്കരുത്. സീരിയസ് ആയിട്ട് എടുത്താൽ നമ്മുടെ സമൂഹം സമ്മതിക്കില്ല. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടി ആൺകുട്ടിയുടെ വീട്ടിൽ പോയി താമസിക്കണമെന്ന് ബൈബിളിലുണ്ടോ? ബൈബിളിലില്ല. അപ്പനെ അമ്മയും വിട്ട് ഈ ബൈബിള് പോലെ ഫ്രീഡമുള്ള ഒരു പുസ്തകം, ആത്മാവിന്റെ സ്വാതന്ത്ര്യം. ഒരു വീട്ടിൽ രണ്ട് പെൺപിള്ളേര്, രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ചിട്ട് പിന്നെ ആ അപ്പനും അമ്മയ്ക്ക് ഉള്ള പൈസയും പോയി, പിള്ളേരും പോയി. പിന്നെ അവർ അനാഥര. പിന്നെ ആ ഭർത്താവ് എങ്ങാനും കരുണ കാണിച്ചാൽ 2 ദിവസം പോയി നിൽക്കാം. അടിമത്തം. ഈ പെൺപിള്ളേരുണ്ടാകുമ്പോഴേ അപ്പനന്മാരവരെ നഷ്ടപ്പെടുത്താൻ വേണ്ടി റെഡിയാ പറഞ്ഞു വിടാൻ. എന്തു ക്രൂരമായ ഇത് എവിടെ ചെന്ന് അവസാനിക്കില്ല ഞാൻ ഇങ്ങനെ പോയാൽ. വിശ്വസിക്കുന്നത് ഇവിടെയുള്ള മെയിൽ ഷോവിനിസ്റ്റുകളെ, പുരുഷതികളെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വീട്ടിലൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഉണ്ടായാൽ അവർ വിവാഹം കഴിച്ചു വിട്ടാൽ ആ പെൺകുട്ടി ആൺകുട്ടിയും തീരുമാനിക്കേണ്ടത് ഞങ്ങൾക്ക് 2 മാതാപിതാക്കളുണ്ടെന്നും 2 പേരും ഒരുപോലെയാണെന്നും, ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ പേരൻസ് ഭർത്താവ് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ അപ്പനും അമ്മയ്ക്കും ഈ പെൺകുട്ടിയും പ്രിയപ്പെട്ടതാണെന്നും അവർക്കൊരു മകൾ നഷ്ടപ്പെടരുതെന്ന് ഈ ഭർത്താവ് എന്ന ആ ആൾക്ക് തോന്നണം. എന്ന് പറയാൻ കാര്യമല്ലേ? അപ്പം ഞാൻ വന്നത് ഇതെല്ലാം നമ്മൾ ഈ കാലഗതി അനുസരിച്ചാണ്. അത് മാത്രമല്ല, അടുത്ത വാക്യം പറയുന്ന കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും. അതേതാ സാധനം? അതാണല്ലോ നമ്മുടെ പോരാട്ടം ഉള്ളത്. നമ്മൾ 6-ാം അധ്യായത്തിൽ പറഞ്ഞ പോരാട്ടം, ഈ ആകാശത്തിലെ അധിപതി. അതെന്താ സാധനം? അടുത്ത വാക്യം, ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പൊ നമ്മൾ പോരാടുന്നത് എന്തിനോടാ? നമ്മുടെ തന്നെ പഴയ നടപ്പിനോടല്ലേ? ആണോ അല്ലയോ? നമ്മളെ പണ്ട് നടത്തിയ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ്, ദേശത്തിന്റെ അതാ ദേശാധിപതി. അല്ലാതെ ഇവിടെ ഒരു കൊമ്പും മാലുമുള്ള ദേശാധിപതി. ഓരോ ദേശത്തിന്റെയും കൾച്ചർ അനുസരിച്ചും സംസ്കാരം അനുസരിച്ചും പാപബോധത്തെ അനുസരിച്ചും നമ്മളെ നടത്തിക്കൊണ്ടു പോകുന്ന അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അതേ ആത്മാവിനനുസരിച്ച് നമ്മൾ പണ്ട് നടന്നതാ. മനസ്സിലായോ? ആ പണ്ട് നടന്ന ആ നടപ്പിനോടാണ് നമ്മൾ പോരാടുന്നത്. അതിൽ നമ്മൾ മരിച്ചവരായിരുന്നു, എന്നാൽ അതിൽ നമ്മൾ ദൈവം നമ്മളെ ഉയർപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തോടോ രക്തത്തോടോ അല്ല, പിന്നെയോ ഈ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നതും ഒരു കാലത്ത് നമ്മളിൽ വ്യാപരിച്ചിരുന്നതുമായ ആകാശത്തിലെ അധിപതി. ഈ ആകാശത്തിലെ അധിപതി ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയോ? ആകാശത്തിലെ അധിപതി ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന അറിയോ? ഏദൻ തോട്ടത്തിൽ വെച്ച് ആദമിനെ ഹവ്വയും ദൈവത്തെ പോലെയാക്കാൻ സാത്താൻ ശ്രമിച്ചത് മുതൽ ഇന്നേ വരെ അവൻ ഒരു ബാബിലോൺ പണിതുകൊണ്ടിരിക്കുക. അതാണ് അതിന്റെ മിസ്റ്ററി. ബാബിലോൺ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ പട്ടണവും യെരുശലേം എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവനിർമ്മിതമായ പട്ടണമാണ്. ഇപ്പൊ ലോകത്ത് 2 വ്യവസ്ഥകളേ ഉള്ളൂ. ഒന്ന് മനുഷ്യൻ തലയായ ഒരു വ്യവസ്ഥയും, മറ്റൊന്ന് ക്രിസ്തു തലയായ ഒരു വ്യവസ്ഥയും മാത്രമേ ഈ ലോകത്തുള്ളൂ.
നമ്മൾ നേരത്തെ നടന്നുകൊണ്ടിരുന്നത് മനുഷ്യൻ തലയായ മനുഷ്യന്റെ യുക്തി അനുസരിച്ചുള്ള ലൈഫിലേക്കാണ്. എന്നാൽ അവിടെ നിന്ന് ദൈവം എന്ത് ചെയ്തു? നമ്മളെ വീണ്ടെടുത്ത് ക്രിസ്തു തലയായ ഒരു ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റി. ആണോ? ശരിയാണോ? അപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ബാബിലോണിലേക്കല്ല, യെരുശലേമിലേക്കാണ്. യെരുശലേം എവിടെ നിന്ന് വരും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ബാബിലോൺ ഭൂമിയുടെ മനുഷ്യന്റെ അധ്വാനമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. മനുഷ്യന്റെ വ്യവസ്ഥകളാണ്. ഈ ബാബിലോണിന്റെ പ്രത്യേകത എന്താണ്? ഈ ബാബിലോൺ സകല മ്ലേച്ഛതകളുടെയും മാതാവ്. അപ്പൊ ഈ മഹദിയാം ബാബിലോൺ സകല മ്ലേച്ഛതകളുടെയും മാതാവ്. അത് അന്ത്യകാലത്താണ് ഈ മ്ലേച്ഛതകൾ വെളിപ്പെട്ട് വരുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കിയാലേ, ഈ 20-ാം നൂറ്റാണ്ടിന് ശേഷം, 20-ാം നൂറ്റാണ്ടോട് കൂടി ഈ ബാബിലോൺ ഭയങ്കര പവർഫുൾ ആയിരുന്നു. ഇന്ന് ലോകം എവിടെയും നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തെ നിഷേധിക്കുന്നത് നമ്മുടെ പിള്ളേര്, അതായത് ക്രിസ്ത്യൻ പിള്ളേരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദൈവ നിഷേധികളായിട്ടുള്ളത്. യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഇപ്പോൾ കേരളത്തിലും സംഭവിക്കാം. ഏറ്റവും കൂടുതൽ ദൈവ നിഷേധികളാകുന്നത് ആരാണ്? ക്രിസ്ത്യൻ പിള്ളേരാണ്. മുസ്ലിങ്ങൾ ദൈവനിഷേധികളാകാതിരിക്കാൻ വേണ്ടി അവരെ ചെറുപ്പത്തിൽ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ മതത്തിന്റെ ചിട്ടകളെ അവർ ഭീകരമായി അവതരിപ്പിച്ച് വെളിയിറങ്ങുന്നതിന് പൊട്ടിച്ചും കൊന്നും അവരെന്ത് ചെയ്യും? ഇത് പ്രിസർവ് ചെയ്തെടുക്കും. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുന്നത് പിന്നെ ഹിന്ദുക്കൾക്ക് വേറെ പ്രത്യേകതയുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ അവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം തോന്നിയാലും അവർക്ക് ഈ സ്വാതന്ത്ര്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ടെമ്പിളിൽ പോകണം നിർബന്ധമില്ല, ഇന്ന കർമ്മങ്ങൾ ചെയ്യണം നിർബന്ധമില്ല. പക്ഷെ അവരെ ടൈറ്റാക്കി നിർത്തുന്ന അവരുടെ ജാതി വ്യവസ്ഥയാണ്. അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും ഈ ജാതിയിൽ വിശ്വാസം. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഈ ആധുനിക കാലഘട്ടത്തിൽ അതിനെ വിളിക്കുന്ന ഉത്തരാധുനികത എന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും? ഇല്ലായിരിക്കും. കേട്ടിട്ടുണ്ടോ? ഓക്കെ. ഉത്തരാധുനികതയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ സൺഡേ സ്കൂൾ ടീച്ചറിന്റെ എക്സാമ്പിൾ ഉണ്ടല്ലോ, അവിടെ അത് ശരി, ഇവിടെ ഇത് ശരി. നമ്മൾ ഒരു ട്രൂത്തിനോടും കമ്മിറ്റഡ് അല്ല. ഓക്കെ, ഒരു ട്രൂത്തിനോടും കമ്മിറ്റഡ് അല്ല. ഞാനത് കുറച്ചുകൂടെ വിശദമായിട്ട് ബൈബിളിൽ നിന്ന് തന്നെ പറയാം, അപ്പം കുറച്ചുകൂടെ മനസ്സിലാവും. നിക്കോദമോസിന്റെ കർത്താവ് പറഞ്ഞു, ആത്മാവിൽ ജനിക്കുന്നവനല്ല എങ്ങനെയാവുന്ന പറഞ്ഞേ? കാറ്റ് പോലെ ആവുന്നു. ഓർമ്മ ബൈബിളിൽ വായിച്ചിട്ടുണ്ടോ? എങ്ങനെയാ പറഞ്ഞേക്കുന്നത്? നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ നിക്കോദമോസായിട്ടുള്ള കോൺവെർസേഷൻ. അപ്പോൾ നമുക്ക് ഈ പോരാട്ടത്തെ കുറിച്ചൊരു പിക്ചർ ഉണ്ടാവും. നമുക്ക് നോക്കാം നിക്കോദമോസിനോട് പറഞ്ഞ വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ മനുഷ്യൻ സ്വതന്ത്രമായി അവന് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു. ശരി, നമ്മുടെ പിള്ളേരെല്ലാം ചോദിക്കുന്നതല്ലേ സ്വാതന്ത്ര്യം. ഇഷ്ടമുള്ള ആളെ കെട്ടാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ളപ്പോൾ വീട്ടിൽ വരാനുള്ള സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ളത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം. എല്ലാ സ്വാതന്ത്ര്യം പിള്ളേർക്ക് കൊടുത്താൽ പിള്ളേർക്ക് സന്തോഷമാവും. ഓക്കെ, അപ്പൊ എല്ലാവരും എന്താ ആഗ്രഹിക്കുന്നു? സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ഇതിനെ തടയുന്ന ആരാ? മതമാണ്. മതം എന്താ ചെയ്യുന്നത്? അതിനെ തടഞ്ഞുകൊണ്ടിരിക്കും. വിളി ഇറങ്ങരുത്, പെൺപിള്ളേരോട് സംസാരിക്കരുത്, പിന്നെന്താ വേണ്ടേ? ഇന്നതിനൊന്നും കഴിക്കരുത്. അങ്ങനെയല്ലേ മതം? ശരിയല്ലേ? ഇന്ന വസ്ത്രമേ ധരിക്കാവൂ. അപ്പൊ മതം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ സ്വാതന്ത്ര്യത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം നശിച്ചു പോകുന്നുള്ള കാര്യം മതത്തിനറിയാം. സമ്മതിച്ചോ? അപ്പൊ മനുഷ്യന്റെ ഒരു വ്യവസ്ഥ അനുസരിച്ച് തന്നെ ഈ മനുഷ്യൻ മ്ലേച്ഛനായി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി മതങ്ങളുണ്ടായി. സമ്മതിച്ചോ? ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. നേരത്തെയൊക്കെ മതങ്ങളാ ജയിച്ച് നിന്നോണ്ടിരുന്നത്. നമ്മൾ ഒന്നിനും അവർ അനുവദിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ പതുക്കെ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ മതത്തെ ജയിച്ച് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ തുടങ്ങി. ശരിയാണോ? നമ്മുടെ പിള്ളേരെ പിടിച്ചു നിർത്താൻ നമുക്ക് പറ്റത്തില്ല. അടുത്ത ജനറേഷൻ ആകുമ്പോൾ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. കാരണം ലോകം മുഴുവൻ ഈ ബാബിലോൺ വളരുന്നത് ഈ മനുഷ്യ സ്വാതന്ത്ര്യത്തിലൂടെയാണ്. അപ്പൊ ഇവർ ശരിക്കും വിചാരിക്കുന്ന അവരെ സ്വതന്ത്രരായി. പക്ഷെ സ്വതന്ത്രരാവും അല്ല ചെയ്യുന്നത്, അവരുടെ ചില രസങ്ങൾക്ക് അടിമകളാവുക ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് ഞാൻ പറയാം. ഇപ്പൊ നമ്മളൊരു സുഹൃത്തിനെ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് ഒരു സുഹൃത്തിനെ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സുഹൃത്തിനെ നിങ്ങളുടെ മനസ്സിൽ കണ്ടേ. ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ഒന്നും വിചാരിച്ചേക്കല്ലേ, നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഓക്കെ, ആ സുഹൃത്തുമായിട്ട് നിങ്ങൾക്ക് സമയം ചെലവഴിക്കാൻ ഇഷ്ടമാണോ?
വർത്തമാനം പറയാൻ ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ്? ഒരു രസം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലേ? രണ്ടുപേര് തമ്മിൽ കൂട്ടുകൂടാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്ന് പറയട്ടെ? മൂന്നാമതൊരാളുടെ കുറ്റം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി നടക്കും. സംശയം ഉണ്ടെന്ന് നോക്കിയോ? നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളാണെങ്കിൽ മൂന്നാമതൊരാളുടെ കുറ്റം പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അതിനകത്ത് ഏറ്റവും വലിയ ഫാക്ടർ. ചില ആൾക്കാർ പിന്നെ എല്ലാവരോടും കുറ്റം പറയും, അത് വേറെ. ആരോടും ഒന്നും പറഞ്ഞില്ലെങ്കിലും, അപ്പോൾ രണ്ട് പിള്ളേർ തമ്മിൽ കമ്പനി ആയത് ഒരു ടീച്ചറുടെ കുറ്റം പറഞ്ഞായിരിക്കും, അല്ല അടുത്തിരുന്ന ഒരു കൊച്ചിൻ്റെ കുറ്റം പറഞ്ഞായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ, എനിക്കത് എങ്ങനെ തെളിയിക്കണം എന്നറിയില്ല, എക്സാമ്പിൾസ് ഒന്നും മുമ്പിലില്ല. അപ്പം അതിനകത്തൊരു രസം ഡിറൈവ് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന അതേ രസം ആ ആൾക്കും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരേ സ്വഭാവക്കാരാണ് അതിൽ നിന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നിങ്ങളൊരു ഏത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത് എങ്ങനെ തീരുമാനിക്കുന്നത്? രസം. ആരെ കല്യാണം കഴിക്കുന്നത് എങ്ങനെ തീരുമാനിക്കുന്നത്? രസം. ഏത് കോഴ്സിന് പോകണമെന്ന് എങ്ങനെ തീരുമാനിക്കുന്നത്? രസം. അപ്പം നമ്മൾ ശരിക്കും സ്വതന്ത്രരാകുന്നത് വെറും സ്വാതന്ത്ര്യമല്ല, മനുഷ്യന്റെ രസിക്കാനുള്ള ത്വരയാണ് നമ്മളെ കീഴടക്കുന്നത്. ശരിക്കും നമ്മൾ അടിമകളാവുക ചെയ്യുന്നത്. എന്തിന്റെ അടിമകളാവുക ചെയ്യുന്നത്? നമുക്ക് ഈ ലോകത്തിൽ അനുഭവിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കുന്ന സെൻസറി പ്ലഷേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുണ്ടാകുന്ന രസം, കാണാനുള്ള രസം, കേൾക്കാനുള്ള രസം, മണക്കാനുള്ള രസം, ഇങ്ങനെയുള്ള രസങ്ങൾക്ക് അടിമകളായി പോകുന്നതിനെയാണ് ശരിക്കും ലോകം സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. സമ്മതിച്ചോ? ഇന്നത്തെ പിള്ളേരോട് ചോദിച്ചു നോക്കിയേ, അവർക്ക് ചർച്ചിൽ വന്നിരിക്കുന്നതാണോ വീട്ടിൽ കട്ടിലയിൽ മലർന്നു കിടന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ വീഡിയോ കാണുന്നതാണോ കുറച്ചുകൂടെ രസം? അപ്പൊ നിങ്ങൾ മര്യാദയ്ക്ക് ഇത് അടച്ചു വെച്ചിട്ട് ചർച്ചിൽ പോളാ എന്ന് പറയുമ്പോൾ അവൻ ചർച്ചിനെ കാണുന്നതെന്നറിയോ? അവന്റെ രസത്തെ തോപ്പിക്കുന്ന ശത്രുവായിട്ടാണ്. അപ്പനെ അമ്മയുടെ പറയും, ഞാൻ ഇതിങ്ങനെ കണ്ടിട്ട് എഴുന്നേക്കുള്ളൂ എന്ന് പറഞ്ഞു. മര്യാദക്ക് എഴുന്നേറ്റാണ് പറയുമ്പോൾ ആ അമ്മ ശത്രുവായി. കാരണം രാജാവ് ആരാ? രസം. ഈ രസത്തെ ആക്രമിക്കുന്ന എല്ലാവരും അവന്റെ ശത്രുവാ. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പോൾ നമ്മൾ മതം വെച്ച് നിയന്ത്രിച്ചാൽ എന്ത് സംഭവിക്കും? ഈ സമൂഹം മുഴുവൻ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ, എൻ്റെ സൗണ്ട് കൂടി വരുന്ന, വെളിയിലെ മഴ കൂടി വരുന്നതനുസരിച്ച് ഞാൻ തോന്നുന്നല്ലേ? ഓക്കെ, ഈ സമൂഹം മുഴുവൻ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ഇവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. ഇവരുടെ കൂട്ടുകാര്, വീട്ടിലുള്ളവര് എല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഈ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മൾ ഈ മതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ എന്ത് ചെയ്യുന്നറിയോ? അവരെ കൂട്ടുകാരെ പോലെ ആകാൻ വേണ്ടി പതുക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. നമ്മളറിയരുത്, വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴേക്കും അവരവരുടെ സ്വാതന്ത്ര്യത്തിന് പോകും. കാരണം ഈ ലോകം മുഴുവൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അതിനെതിരെ യുദ്ധം ചെയ്യാൻ പ്രയാസമാണ്. ഇന്ന് മാതാപിതാക്കൾ മടുത്തു പോവുക. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരിയുടെ റെക്കോർഡിങ് അല്ലേ? വേണ്ട, ഓക്കെ പോട്ടെ. ഇപ്പൊ പിള്ളേര് പറയാൻ തുടങ്ങി, നിങ്ങളുടെ മതം കാരണം എനിക്ക് സാമാന്യ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സഹോദരങ്ങൾ സിനിമാ കഥ പറയുമ്പോൾ എനിക്ക് കൂടാൻ പറ്റുന്നില്ല. അപ്പൊ കാലഗതി എന്ന് പറയുന്ന അതിവേഗം ഈ മതത്തെ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത തലമുറ വരുമ്പോഴേക്കും ഈ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ പിള്ളേർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചവർ നമ്മുടെ പിള്ളേർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും. ഇതിനെതിരെ നിൽക്കാൻ നമുക്ക് ശക്തി ഉണ്ടാവില്ല. കാരണം ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാം ശിക്ഷിക്കുന്നതിനെതിരാണ്. പിള്ളേരുടെ മേലെ കൈവച്ച് കഴിഞ്ഞാൽ അകത്തു പോകും. ഉള്ള സത്യം പറഞ്ഞാൽ സഭയ്ക്കും മാതാപിതാക്കൾക്കും ഈ പിള്ളേരുടെ മേലുള്ള ഗ്രിപ്പ് അയഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഏറ്റവും മ്ലേച്ഛമായ അവസ്ഥ എന്ന് പറയുന്നത്, പണ്ടൊക്കെ അമേരിക്കയിൽ പോകുന്ന ആൾക്കാരെ കുറിച്ചൊരു ജോക്കുണ്ടായിരുന്നു. പേരൻസിനെ പേടിപ്പിക്കാൻ വേണ്ടി മറ്റാൾക്കാർ കണ്ട അവൻ പോയിട്ടൊരു മദാമയും കെട്ടിക്കൊണ്ട് ഒരു ഓർമ്മയുണ്ടോ അത്? അപ്പോൾ പ്രാർത്ഥന, കർത്താവേ അവൻ ഇവിടെ വന്ന് മലയാളം പറയുന്ന ഒരാളെ കല്യാണം കഴിക്കണേ, ഞങ്ങൾ എന്ത് ചെയ്യും? ആഷ് ബുഷ് ബുഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. കർത്താവേ ഒരു മലയാളിയെ കെട്ടണേന്ന് പറഞ്ഞ് നമ്മുടെ അപ്പനന്മാരിന്ന് പ്രാർത്ഥിക്കും. ഏതായാലും അവൻ ഗതികേട് കൊണ്ടോ അല്ലാതെയോ തിരിച്ചു വന്ന് ഇവിടെ നിന്ന് തന്നെ കല്യാണം കഴിക്കും. മദാമയ്ക്കും കൂടെ തോന്നണമല്ലോ. പക്ഷെ ഇപ്പോഴത്തെ പ്രാർത്ഥന അങ്ങനെയല്ല. ഇപ്പോഴത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു പെണ്ണിനെയെങ്കിലും കെട്ടിക്കൊണ്ട് വരണമെന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ നടക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വൈകിട്ടാകുമ്പോൾ ഒരുത്തനെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതെൻ്റെ പാർട്ട്ണറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മയും നാട് വിട്ട് പോകേണ്ടി വരും. എന്ത് ചെയ്യും? നെക്സ്റ്റ് ജനറേഷൻ അതിനുള്ള ഫ്രീഡമാണ്. ഇത് നമുക്ക് ഒന്നാമത് സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ഇടപെടാനുള്ള അധികാരം സമൂഹം അംഗീകരിക്കുന്നില്ല. ആണും ഇടപെടുന്നതിന് ആരും ചോദിക്കുമല്ലോ. അപ്പോൾ ഇവരത് ആ സെക്ഷുവാലിറ്റി ആ സൈഡിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോകും. പേടി തോന്നുന്നുണ്ടോ? അതിനൊക്കെ മുമ്പ് കർത്താവ് വരും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട. പക്ഷേ ഇൻ കേസ് ലേറ്റ് ആയാൽ
നമുക്ക് യുദ്ധം നിസ്സാര യുദ്ധമല്ല. അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞല്ലോ, അക്കിക്കാവിന് മുകളിലുള്ള ദുരാത്മാവിന് ശാസ്ത്രമൊന്നും പോകുന്ന സാധനമല്ല ഇത്. ഇത് ഈ കാലഗതിയെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആകാശത്തിലെ അധികാരത്തിനെതിരെയാണ് നമ്മുടെ യുദ്ധം. അന്നേരമാണ് അപ്പുറത്തെ വീട്ടിൽ കോഴിമുട്ടൽ കൂടോത്രം ചെയ്തതിനെതിരെ ഉപവാസം ഇരുന്ന് നമ്മൾ സമയം വേസ്റ്റായി കളയുന്നത്. ആലോചിച്ച് നോക്കി, ഇത്രയും വലിയൊരു വ്യവസ്ഥ, ഒരു ബാബിലോൺ വ്യവസ്ഥക്കെതിരെയാണ് നമ്മളെ ശുശ്രൂഷകരായിട്ട് കർത്താവ് വിട്ടിരിക്കുന്നത്. അതിനെ മതം വെച്ച് ജയിക്കാൻ പറ്റില്ല. കാരണം മതവും റെസ്ട്രിക്ഷൻസും വെച്ച് ജയിക്കാൻ പറ്റാത്തത്ര ഘോരമായ ഒരു വിപത്തിലേക്കാണ് ജനങ്ങൾ മുഴുവൻ പോകുന്നത്. ഇത് അമേരിക്കയിലെ കഥയല്ല. കാനഡയിലൊരു ചർച്ചിൽ, ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരൻ ആ കാനഡ ചർച്ചിൽ അവിടെ പോയിക്കൊണ്ടിരുന്നതാണ്, ഇപ്പൊ ഇവിടെ ഉണ്ട്. അവിടെ ഒരു സ്ത്രീയെ സഭയിൽ ശുശ്രൂഷ ചെയ്ത് പുറത്താക്കി. കാരണം ഈ സ്ത്രീക്ക് വേറെ സ്ത്രീയുമായിട്ട് ഒരു അവിഹിതം, സ്ത്രീയുമായിട്ട് പുറത്താക്കി കഴിഞ്ഞപ്പം വേറെ ഒരു സഭയിലെ ആൾക്കാർ ലെറ്റർ അയച്ചേക്കുക, സഹോദരി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശുവിന്റെ സ്നേഹം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങളുടെ അടുത്തോട്ട് പോരാ. ആലോചിച്ചെങ്കിൽ ഇനി അതൊന്നും വേണ്ട, ഈ സ്ഥലം പറഞ്ഞു റെക്കോർഡ് ചെയ്യുമ്പോൾ അതെല്ലാം പ്രശ്നമുണ്ട്. അതല്ല, ഞങ്ങളുടെ ചർച്ചയുള്ള ഒരു മോള്, ഇവിടെ ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഈ ICSE എക്സാമിനേഷന് പുള്ളിക്കാരുടെ റാങ്കൊക്കെ ആയിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പോൾ ഇവിടെ പക്ഷേ നമ്മുടെ വളരെ പ്രശസ്തമായ ഒരു കാത്തലിക് കോളേജിലാണ് പുള്ളിക്കാരി പഠിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകപരമായി ആ കുട്ടി അംബീഷ്യസ് അല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ളൂ. അവരുടെ കുടുംബമല്ല അങ്ങനെ. ഞാൻ ഒട്ടും വെട്ട് പറയാതെ പറയുന്നത്, ഈ ലോക പ്രശസ്തമായ, കേരളത്തിൽ മുഴുവൻ പ്രശസ്തമായ ഒരു ലേഡീസ് കോളേജിൽ, കാത്തലിക് ലേഡീസ് കോളേജിൽ അവിടെ നടക്കുന്ന സെമിനാറുകളിൽ പ്രൊഫസേഴ്സ് വന്ന് പഠിപ്പിക്കുന്ന, കാത്തലിക്സിന്റെ കോളേജിലെ പ്രൊഫസേഴ്സ് വന്ന് പഠിപ്പിക്കുന്ന അറിയാം, നിങ്ങളൊരു സ്ത്രീയായിട്ട് ജനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് സ്ത്രീയായിട്ട് ജീവിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് പുരുഷനായിട്ട് ജീവിക്കാം. അവർ പഠിപ്പിക്കുന്ന ജെൻഡർ സെലക്ഷൻ, നിങ്ങൾ ഒന്നിന്റെ അടിമകളല്ല, നിങ്ങൾ ഏത് ജെൻഡറിൽ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. എങ്ങനെയുണ്ട്? അപ്പൊ ഈ കുട്ടി എഴുന്നേറ്റെന്ന് പറഞ്ഞു, പ്രകൃതി, നേച്ചർ. അപ്പൊ എന്നോട് വാട്സാപ്പിൽ ഇങ്ങനെ ചോദിച്ചു എന്ത് മറുപടി. ഞാൻ പറഞ്ഞു, മറുപടി ദൈവത്തെ കുറിച്ച് പറഞ്ഞാൽ അവർ കളിയാക്കും. അവിടെ പ്രകൃതിയുടെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, സ്ത്രീ പുരുഷന്മാർ തമ്മിലൊരു പ്രോസസ്സ്, ജനങ്ങൾ ഉണ്ടാകുന്ന മനുഷ്യരാശിയെ പ്രിസർവ് ചെയ്യുന്നത്. ഈ കുട്ടി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ പറയും, നിങ്ങളെ ഏതോ മതത്തിന്റെ ആൾക്കാർ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കേരളം. ആ പിള്ളേരെല്ലാം കൂടെ, അതായത് ഒരു ക്ലാസ്സിൽ 40 പിള്ളേരുള്ളെങ്കിൽ ഈ 2-3 പേര് വെച്ച് ബാക്കി എല്ലാവരും സാറ് പറയുന്നതിന് കൈയടിക്കുക. ഓ, സാറിന്റെ ക്ലാസ് ഞങ്ങളെ ലിബറേറ്റ് ചെയ്തെന്ന് പറയുന്നു. എങ്ങോട്ടാ ഇത് പോകുന്നത്? എനിക്ക് ആ പ്രൊഫസർ പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ ഒരു ട്രാൻസ്ക്രിപ്റ്റ് ആ കുട്ടിയുടെ അമ്മ അയച്ചു തന്നു. ഓ എൻ്റെ ദൈവം, 5 മിനിറ്റ് പോലും കേൾക്കാൻ പറ്റത്തില്ല. ഇതുപോലെ അറപ്പുണ്ടാക്കുന്ന ബ്ലാസ്ഫിമി. ഈ ബാബിലോണിനെതിരെ നിങ്ങൾ എങ്ങനെ യുദ്ധം ചെയ്യാൻ പോകുന്നു വിചാരിച്ചിരിക്കുന്നത്? രാവിലെ എഴുന്നേറ്റിരുന്ന് ബൈബിൾ വായിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് തോന്നുന്നതെന്നറിയോ, ഒന്ന് ഉറങ്ങാവുന്ന സമയത്ത് ബൈബിളായിട്ട്. കാരണം രസം ദൈവമായി മാറി കഴിയുമ്പോൾ സിംഹാസനത്തിൽ നമ്മൾ രാജാവും ദൈവമായിട്ട് കയറിയിരിക്കുക. ഇതാണ് സാത്താൻ അന്ന് തൊട്ട് വിഭാവനം ചെയ്തിരുന്ന പ്ലാൻ, ടു മേക്ക് മാൻ ദ ലോർഡ്, ദ കിങ്. കാണാൻ ഭംഗിയുള്ളതും തിന്നാൻ രുചിയുള്ളതും, ദാറ്റ് മീൻസ് തിങ്സ് ദാറ്റ് എന്റർടൈൻ യു. ഇതിനെ രാജസ്ഥാനം കൊടുക്കുന്ന ഒരു സമൂഹത്തിന് നടുവിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. ഇതിനെങ്ങനെ രക്ഷപ്പെടും? എങ്ങനെയാണ് നമ്മൾ ശുശ്രൂഷിക്കേണ്ടത്? വഴക്ക് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റുമോ? നിങ്ങൾക്കറിയാമോ, ഈ മുസ്ലിങ്ങൾ ഇത്രയും ശക്തമായിട്ട് പിടിച്ചിട്ട് വേറൊരു സൈഡിൽ കൂടെ ഭയങ്കരമായിട്ട് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുക ആൾക്കാർ, വൻ തോതിൽ. കേരളത്തിലൊന്നും ആയിരിക്കുമല്ലോ, പക്ഷെ ഈ പല വിദേശ രാജ്യങ്ങളിലും വിശ്വാസമേ ഇല്ല. കാരണം റിലീജിയന്റെ കാലം കഴിഞ്ഞു. ഓക്കെ, നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്നുള്ളതിനെ കുറിച്ച് തുടങ്ങാം അല്ലേ? അല്ലേ? പെട്ടെന്ന് കർത്താവ് വന്നാൽ നമ്മൾ അതിന് മുമ്പ് ഉത്തരം കിട്ടിയിട്ടും പോകാലോ. ഓക്കെ, അതിനു മുമ്പ് ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കൃത്യമായ മറുപടി, ഇന്നത്തെ ഈ രസം എന്ന സ്വാതന്ത്ര്യത്തിന്
പകരം ദൈവം നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഒരു തത്വചിന്തയുണ്ട്, ഒരു ചിന്തയുണ്ട്, ഒരു ചിന്താധാരയുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേദപുസ്തകം, പുതിയ നിയമം പ്രത്യേകിച്ച്, വ്യവസ്ഥാപിതമായി വായിക്കണം. ഓക്കെ, ഇതിപ്പോ 1 മണിക്കൂർ കൊണ്ട് ഇനി 50 മിനിറ്റ്. ഈ 50 മിനിറ്റ് കൊണ്ട് എനിക്കൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഞാനൊരു വഴി പറഞ്ഞുതരാം, എങ്ങനെ ജയിക്കാം. അതിന്റെ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വി വിൽ കം ടു ഇറ്റ്. വേദപുസ്തകം വായിക്കാൻ യോഹന്നാന്റെ സുവിശേഷം തൊട്ട് ഇന്ന് തന്നെ തുടങ്ങണം. പറ്റുന്നിടത്തോളം വായിക്കണം, ഒരു പാസേജ് നിർത്തരുത്. ഒരധ്യായം മുഴുവൻ വായിക്കാൻ പറ്റുമെങ്കിൽ വായിക്കണം. യോഹന്നാൻ കഴിഞ്ഞ ഉടനെ റോമാലേഖനത്തിലോട്ട് പോകണം. യൂദായുടെ ലേഖനം വരെയുള്ള അപ്പോസ്തലിക ലേഖനങ്ങൾ വായിച്ച് തീർക്കണം. നിങ്ങൾക്ക് ഇതിനിടയിൽ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ, പരസ്യമാണെന്ന് വിചാരിക്കരുത്, അതുകൊണ്ട് വരുമാനമുള്ള കാര്യമൊന്നുമല്ല, യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ ലേഖനങ്ങളുടെ കമൻട്രികൾ അവൈലബിൾ ആണ്. കമൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. ARC, A എന്ന് പറഞ്ഞാൽ ആപ്പിൾ, R എന്ന് പറഞ്ഞാൽ റാറ്റ്, C എന്ന് പറഞ്ഞാൽ ചേസ് അല്ലെങ്കിൽ ക്യാറ്റ്. ഓക്കെ, ARC ചേസ് ജോസഫ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലിലേക്ക് പോവാം. ആ ചാനലിൽ ഈ കമൻട്രികളെല്ലാം ഉണ്ട്. റോമാലേഖനത്തിൻ്റെ കമൻട്രി, അതായത് വാക്യം പ്രതിവാക്യം ഫുൾ 16 അധ്യായങ്ങളും, എബ്രായ ലേഖനം വാക്യം പ്രതിവാക്യം, അത് ഹാർവസ്റ്റ് ടിവിയിലും വരുന്നുണ്ട്. കൊളോസി ലേഖനം, FS ലേഖനം, ഗലാത്തി ലേഖനം, ഇതെല്ലാം വാക്യം പ്രതിവാക്യമുണ്ട്. നിങ്ങൾക്ക് വായിച്ച് തീർക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇത് കേൾക്കാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് എവിടെയാണ് ഇത് തുടങ്ങുന്നത്, എന്തുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം, എവിടെയാണ് ഈ നമുക്കൊരു ഡിഫറൻസ് വരുത്താൻ പറ്റുന്നത്, എവിടെയാണ് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ അതർ റിലീജിയൻസ് ആൻഡ് ഫെയ്ത്ത്. ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഒന്ന്, രസം കൊണ്ടുണ്ടാകുന്ന സ്വാതന്ത്ര്യം. മറ്റൊന്ന്, നിയമങ്ങൾ കൊണ്ടുണ്ടാകുന്ന മതം. ഇതിനെ വേണേൽ നമുക്ക് തിന്മ നന്മ എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, ആദ്യം ആദം ഹവ്വയും പഴം കഴിച്ചപ്പോൾ അവരുടെ ഉള്ളിൽ എന്താ ഉണ്ടായത്? നന്മ തിന്മകളുടെ വിവേചനം, പ്രോസസ്സിംഗ് ഓഫ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഇസ് ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പഴം ഉള്ളിലുള്ള എല്ലാവർക്കും ഒന്നുകിൽ അവർ രസത്തിന് വേണ്ടി ജീവിക്കുന്നവരോ അല്ലെങ്കിൽ അവർ മതത്തിന് വേണ്ടി ജീവിക്കുന്നവരോ ആയിരിക്കും. മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കിയാൽ ചില ആൾക്കാർ രസത്തിന് വേണ്ടി, വേറെ ചില ആൾക്കാർ ഒരു മതവ്യവസ്ഥയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും. ഐദർ ദേ ലീവ് ബൈ ഫ്രീഡം ഓഫ് ലസ്റ്റ്, അവരുടെ ലസ്റ്റിന്റെ സ്വാതന്ത്ര്യം, അവരുടെ ആർത്തികളുടെ സ്വാതന്ത്ര്യം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് റിലീജിയൻ. ഇത് രണ്ടുമാണ് സാധാരണഗതി ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 സാമൂഹ്യ ശക്തികൾ. ഇന്ന് ആരാ ജയിച്ചു നിൽക്കുന്നത്? സ്വാതന്ത്ര്യത്തിന്റെ ശക്തികളാണ് ജയിച്ചു നിൽക്കുന്നത്. നേരത്തെ ആരാ ജയിച്ചുകൊണ്ടിരുന്നത്? മതമായിരുന്നു. എല്ലായിടത്തും മതം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ഇതുമായിട്ട് ശാസ്ത്രമായിട്ടൊക്കെ ബന്ധമുണ്ട് കേട്ടോ. ഈ സ്വാതന്ത്ര്യത്തിന് എങ്ങനെ ശാസ്ത്രമായിട്ട് ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗലീലിയോ ഒക്കെ വരുന്നതിന് മുമ്പ്, ഗലീലിയോ അറിയാമോ? 1642 മരിച്ചു പോയാലാണ് ഗലീലിയോ. ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട്, ഐസക് ന്യൂട്ടന്റെ കാലം, ഈ കാലഘട്ടത്തിലാണ് മതത്തെ ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ പോപ്പ് എന്ത് പറഞ്ഞാലും നമസ്തേ നമസ്കാരമായിരുന്നു. അച്ഛന്മാരെന്ത് പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കുമായിരുന്നു. എന്നാൽ ഈ ശാസ്ത്രജ്ഞന്മാർ വന്ന് ഇതെല്ലാം റീസൺ, യുക്തി വെച്ച് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ അച്ഛന്മാർ പറയുന്നതൊന്നും ശരിയല്ലെന്ന് ആൾക്കാർക്ക് തോന്നി. മതവാദം, നിരീശ്വരവാദം, അല്ല മതേതരവാദം, നിരീശ്വരവാദം, ദൈവമില്ലാത്ത ഫിലോസഫികൾ, ശാസ്ത്ര വളർച്ചയൊക്കെ ഉണ്ടായി. ഓക്കെ, അപ്പൊ ബൈബിളും അങ്ങനെ തന്നെ. ബൈബിൾ നമ്മൾ ബുദ്ധിയോടെ വായിക്കാൻ തുടങ്ങി. മാർട്ടിൻ ലൂതർ, ജോൺ കാൽവിൻ, ഉൾറിച്ച് സ്വിംഗ്ലി, ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ട് ഈ ബൈബിൾ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം. അച്ഛന്മാർ പറയുന്നത് ശരിയാണോ നിങ്ങൾ പരിശോധിക്കണം, നമ്മൾ യുക്തി വെച്ച് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിളിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് എത്തിപ്പിക്കുന്നത് എല്ലാം ഈ ശാസ്ത്രജ്ഞന്മാരുടെ കാലത്തിന് ശേഷം. ഇപ്പൊ ലോകം മുഴുവൻ നമ്മൾ സത്യാന്വേഷികളായി മാറി. ബൈബിളിന്റെ കയ്യിലുള്ളവർ ബൈബിളിനുള്ളിലെ സത്യത്തെ അന്വേഷിച്ചു, ബൈബിളിൽ വിശ്വസിക്കാത്തവർ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അന്വേഷിച്ചു. എല്ലാവരും സത്യത്തെ അന്വേഷിച്ച് കിട്ടിയപ്പോൾ കെട്ടിപ്പിടിച്ചു, സ്വീകരിച്ചു. ഇങ്ങനെയാണ് നവീകരണമൊക്കെ ഉണ്ടായത്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു പ്രൊഫസർ, ഞങ്ങളെ പഠിപ്പിച്ച പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞു, ബൈബിൾ കോളേജിലല്ല, കോളേജിൽ. ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. പുള്ളി നിരീശ്വരവാദിയല്ല, ഹിന്ദുവാ. ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ, ഐസക് ന്യൂട്ടൻ ഉണ്ടായി.
പുള്ളി പറഞ്ഞു യുക്തി കൊണ്ട് കണ്ടുപിടിക്കാം, തത്വങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാം, ഭൂമി എന്തിനെ സൂര്യന് ചുറ്റും കറങ്ങുന്നത് ഇതെല്ലാം നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു. ആൾക്കാർക്ക് വളരെ സന്തോഷമായി, ആ ലൈറ്റിൽ ജീവിച്ചു. ശാസ്ത്രമുണ്ടായി, നിരീശ്വരവാദം ഉണ്ടായി, പരിണാമവാദം ഉണ്ടായി, കുരങ്ങൻ്റെ വാല് മുറിയുന്ന പരിപാടികളൊക്കെ ഉണ്ടായി. ഇതെല്ലാം ഈ ധൈര്യത്തിൽ നിന്നുണ്ടായതാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പം ദൈവം പറഞ്ഞു അന്ധകാരം വ്യാപിക്കട്ടെ. ഉടനെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ടായി. ഇയാൾ പ്രസംഗിച്ചതാണ്. പുള്ളി പറഞ്ഞു, ന്യൂട്ടൺ പറഞ്ഞു ഒന്നും എല്ലാം ഒന്നും ശരിയല്ല, അതൊക്കെ ഇവിടെ മാത്രമേ ശരിയാവുള്ളൂ, എറ്റേണലി കറക്റ്റ് അല്ല. അപ്പോൾ പിന്നെ എന്താ കറക്റ്റ്? അതെനിക്കറിയാൻ മേല. അപ്പൊ പിന്നെ വേറെ എല്ലാം അന്ധകാരമായി. അതോടുകൂടി മനുഷ്യന് ട്രൂത്ത് അറിയണമെന്ന് നിർബന്ധമില്ലാതായി. ലോകം മുഴുവൻ ആലോചിച്ചു ഇങ്ങനെ. ഇതൊരു അത് ഞാൻ പറഞ്ഞ കാലഗതി എന്ന് പറയുന്നത്, സത്യാന്വേഷികളായ ആൾക്കാരല്ല എന്തായി ഇപ്പം സത്യം എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കേണ്ടതെന്നായി. യാക്കോബ ശരിയൊന്നും അല്ലെന്ന് അറിയാൻ ബ്രദറെ, കല്യാണം നടക്കണ്ടേ പിള്ളേരുടെ, വീട്ടിൽ എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? സോ ബെറ്റർ എന്ന് പറയുന്നത് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം വലിയൊരു സത്യമൊന്നും അല്ല ഇത്. മനസ്സിലായോ? സത്യം ഞാൻ അംഗീകരിച്ചാൽ മതി, പക്ഷെ അതിനേക്കാളും വലുതാണ് എന്ത്? എന്റെ സൗകര്യങ്ങൾ, എന്റെ രസങ്ങൾ, എന്റെ സുഖങ്ങൾ. അപ്പം ട്രൂത്ത് എന്നെ ഒട്ടും ചലഞ്ച് ചെയ്യുന്നില്ല. ഇപ്പൊ മനസ്സിലായി കാലഗതി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന്. ഇത് മനഃപൂർവ്വം ഒരാൾ ഉണ്ടാക്കുന്നതല്ല, ഇതിന്റെ പുറകിലൊരു അന്ധകാരത്തിന്റെ ഒരു അധിപതിയുണ്ട്. അതാണ് എഫ് എസ് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ അവൻ അത് കണ്ടുപിടിക്കുമ്പം ഇവിടെയുള്ള ജനങ്ങൾ മാറുമെന്നുള്ളതാണ്. അതുപോലെ അത് അവിടെ നിന്ന് ഒരാൾ ഇവിടെ നിന്ന് പറയാതെ തന്നെ ഇവിടെ അതേ ചിന്താഗതി ആ സമയത്ത് ഉണ്ടാകുന്നത്. മതേതരത്വം, എല്ലാ മതങ്ങളും ഒരുപോലെയാണ്, എല്ലാ മതങ്ങളും ഒരേ വഴിയിലോട്ടാണ് നയിക്കുന്നത് അല്ലേ? ഓർമ്മയുണ്ടോ? ഇത് അതേ ഒരേ സമയത്താണ് ലോകം മുഴുവൻ ഒരു ചിന്ത ഉണ്ടാകുന്ന ഒരേപോലെ വ്യാപരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ കാലഗതി എന്ന് പറയുന്നത്. ഇന്ന് സത്യം പറഞ്ഞാലൊന്നും ആരും മനസ്സിലാകില്ല. ആർക്കും മനസ്സിലാകും, പക്ഷെ അവരെ ഹോൾഡ് ചെയ്യത്തില്ല സത്യത്തോട്. ഇപ്പൊ ഞാൻ എത്ര അലറി പറഞ്ഞാലും നിങ്ങൾ 24 മണിക്കൂർ കഴിയുമ്പം ഇതിനകത്ത് 82% മറന്നുപോകും. പിന്നെ അടുത്തൊരാൾ വന്നിട്ട് എല്ലാവരും എഴുന്നേറ്റ് ഒന്ന് സ്വതന്ത്രം ചെയ്ത് നമ്മുടെ പിശാച് ഓടാൻ പോകാൻ ഈ ദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൈയടിച്ച് ഓടിപ്പിക്കും. നമ്മളിതെല്ലാം എത്ര കണ്ടിരിക്കുന്നു. ഓക്കെ, ഞാൻ നിങ്ങൾ എങ്ങനെയാന്ന് പറഞ്ഞല്ല, പൊതുവെ എങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ വഴി നമുക്ക് സൊല്യൂഷനിലോട്ട് വരാം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത്? കർത്താവ് നിക്കോദെമോസിനോട് പറഞ്ഞു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ രക്ഷയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മത്ത് നിന്നെ കൊണ്ട് സാധിക്കില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. വേറൊരു ഭാഷ പറഞ്ഞു നോക്കിയേ, നീ ഒന്നും കൂടെ ജനിച്ചില്ലെങ്കിൽ. ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറയാറുണ്ട്, നീ എന്നെ തോപ്പിക്കണമെങ്കിലേ ഒന്നും കൂടെ ജനിക്കണം. കർത്താവ് അങ്ങനെ തന്നെ നിക്കോദെമോസ് പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ കാരണമുണ്ടല്ലോ, ഇത് പോരാ, ഈ താടി മുടിയൊന്നും പോരാ, ഒന്നും കൂടെ നീ ജനിക്കണം. ഉടനെ നിക്കോദെമോസ് പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ഈ അമ്മയുടെ വയറ്റിൽ കിടന്ന് ഒന്നുകൂടെ ജനിക്കുന്നത്? അപ്പൊ കർത്താവ് പറഞ്ഞു, അമ്മയുടെ വയറ്റിൽ കിടന്ന് 100 പ്രാവശ്യം ജനിച്ചാലും ജഡത്തിൽ ജനിക്കുന്നതല്ല. അപ്പൊ അങ്ങനെ ജനിച്ചിട്ടും കാര്യമില്ല. കാരണം എത്ര പ്രാവശ്യം ജനിച്ചാലും നമ്മൾ ഈ നന്മ തിന്മ എന്റർടൈൻമെന്റ് നിയമങ്ങളുടെ അടുത്ത് വരുള്ളൂ, ജീവൻ പ്രാപിക്കില്ല. ആ ജഡം തന്നെ പിന്നെയും ജനിക്കുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും ഒന്നും കൂടെ ജനിക്കുമായിരുന്നു, നഴ്സറി ക്ലാസ്സിൽ പോകുമ്പോൾ ABCD കുറച്ചുകൂടെ നല്ല പഠിക്കായിരുന്നു, 10th ക്ലാസ് കുറച്ചുകൂടെ നല്ല എഴുതായിരുന്നു, അറ്റ്ലീസ്റ്റ് കല്യാണം കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കായിരുന്നു. ഇങ്ങനെയൊക്കെ ആലോചിക്കുന്ന പലരും ഇവിടെ കാണുമായിരിക്കും. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്ക് തിരുത്താൻ പറ്റിയാലും, ഞാൻ തിരുത്താൻ പറ്റിയല്ല, കാരണം നമ്മൾ ഈ ജന്മത്തിന്റെ ഓർമ്മകൾ നമുക്കില്ലെങ്കിൽ, ഈ ജന്മത്തിന്റെ ഓർമ്മയുണ്ട് അയാൾ വരുമ്പോൾ മാറി നടക്കാം, ഈ ജന്മത്തിന്റെ ഓർമ്മകൾ ഇല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം വെച്ച് നമ്മൾ കൃത്യം ഇതുപോലെ തന്നെ ആകുമായിരുന്നു. ശാസ്ത്രം പറയുന്നത് വി ആർ ഓൾ ജനറ്റിക്കലി വയേർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീനുകളും നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം, അവർ നമ്മളെ വളർത്തിയ സാഹചര്യം എല്ലാം വെച്ച് ഓരോരുത്തരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അതങ്ങനെ അവർക്കാകാൻ പറ്റും. വി ആർ ഓൾ സ്ലേവ്സ്, അടിമകൾ, നമ്മുടെ സ്വഭാവങ്ങൾക്ക് അടിമകൾ, നമ്മുടെ ജീനുകൾക്ക് അടിമകൾ. അപ്പൊ ഈ ജന്മത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഞാൻ നിങ്ങളെ പേടിപ്പിച്ചു ആവശ്യത്തിന്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഈ ജന്മത്തിൽ നിന്നെ കൊണ്ട് സാധിക്കില്ല, നീ ഒന്നുകൂടെ ജനിക്കണം. അപ്പൊ അവൻ ചോദിക്കാൻ, പിന്നെ അമ്മയുടെ വയറ്റിൽ കിടന്ന് ഒന്നുകൂടെ ജനിക്കണോ? അപ്പൊ കർത്താവ് പറഞ്ഞു, അങ്ങനെ ജനിച്ചിട്ട് കാര്യമില്ല, പിന്നെ എങ്ങനെ ജനിക്കണം? 5-ാം വാക്യം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ ആർക്കും കഴിയില്ല. അപ്പൊ വെള്ളത്താൽ ആത്മാവിൽ, ഈ വെള്ളം എന്താന്നുള്ള കാര്യം നമുക്ക് പതുക്കെ അന്വേഷിക്കാം.
അതിന് മുമ്പ് വീണ്ടും ജനിച്ച് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. മുമ്പോട്ട് പോകാം. അടുത്ത വാക്യം. ജഡത്താൽ ജനിച്ച ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അടുത്ത വാക്യം. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. നീ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അതെവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു. ആരെ പോലെയാകും? കാറ്റ് പോലെ. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെ ഭയപ്പെടുത്തിയേക്കാം. ഹൃദയത്തിന് ദുർബലമായ ഹൃദയമുള്ളവരും ഗർഭിണികളും കുഞ്ഞുങ്ങളും ഇതൊന്നും കാണരുതെന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഈ കാറ്റ് പോലെ ആവുമെന്ന് പറഞ്ഞ നിസ്സാര പരിപാടിയല്ല, അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെവിയിൽ പഞ്ഞി വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യാം. ഓക്കെ, എന്താണ് ഈ കാറ്റ് പോലെ എന്ന് പറഞ്ഞാൽ അർത്ഥം? ആത്മാവിൽ ജനിച്ചവനെല്ലാം കാറ്റ് പോലെയാണ്. അവനെ പിടിച്ചടക്കാൻ ആർക്ക് പറ്റിയാലും ഈ സാത്താന് പറ്റത്തില്ല. കാരണം അവൻ എവിടെ നിന്ന് വരുന്നെന്നോ എങ്ങോട്ട് പോകുന്നെന്നോ ആർക്കും അറിയത്തില്ല. അതെന്താ പരിപാടി? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ചർച്ചിലൊരു സഹോദരനുണ്ട്, ഒരു പയ്യൻ. പുള്ളിക്ക് ഇപ്പോൾ 27 വയസ്സാണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് പഠിച്ച് കാനഡയ്ക്ക് പോയി. കാനഡയിൽ പോയി അവിടെ വേറൊരു കോഴ്സ് പഠിച്ച് നല്ലൊരു ജോലി, എഞ്ചിനീയറാണ്, അതിന് തക്കതായി പുള്ളി പഠിച്ച അതേ ജോലി പുള്ളിക്ക് കാനഡയിൽ കിട്ടി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഒത്തിരി വിടുതലെടുത്താണ് അവർ അത്ര എത്തിയത്. തടസ്സങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ തടസ്സം, വിസ കിട്ടാൻ തടസ്സം, ഇതെല്ലാം പ്രവാചകന്മാർ ബലമെടുത്ത് ശാസിച്ച് കാനഡ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 3 മാസമായി കഴിഞ്ഞപ്പം പുള്ളിയോട് കർത്താവ് പറഞ്ഞു, മോനെ രാജിവെച്ചിട്ട് ഇറാഖിലേക്ക്, അന്ന് ഇറാഖിൽ ബോംബുകളുടെ ബഹളം, ഇറാഖിലേക്ക് നീ ഒരു മിഷണറി ആയിട്ട് പോകും. അവന് ഭയങ്കര സന്തോഷമായിട്ടിട്ട് പോകാൻ. പക്ഷേ പ്രശ്നം എന്താണെന്നറിയാം? അമ്മയ്ക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു. അപ്പം അതിന് ട്രീറ്റ്മെൻറ്റിന് പൈസ വേണം. 15 ലക്ഷം രൂപ ലോൺ. ചേട്ടന് ജോലിയില്ല. അപ്പനൊരു ഫോട്ടോഗ്രാഫിക് സ്റ്റുഡിയോ ആണ്. ഇതെല്ലാം പറഞ്ഞു തരുമ്പോൾ നിങ്ങളിപ്പോൾ ആൾക്കാർ മനസ്സിലാവുന്നു. നയാ പൈസ കയ്യിലില്ല. അപ്പം നാച്ചുറലി അവൻ അവിടെ നിന്ന് മിഷണറി ആയിട്ട് പോയാൽ അതൊരു ദ്രോഹമല്ലേ? ആണോ അല്ലയോ? ദ്രോഹം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ കൂടുതൽ അപ്പനെയോ അമ്മയോ പ്രിയപ്പെട്ടാൽ നീ എനിക്കുള്ളവനല്ല. ചേട്ടൻ്റെ കല്യാണം നടക്കാൻ പോവാണ്, അത് പിന്നീടാണ്. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? ഇവൻ രണ്ടും കൽപ്പിച്ച് ജോലി രാജിവെച്ചു. അന്ന് കാനഡയിൽ നിന്ന് പെർമനന്റ് റെസിഡന്റ് ആകാനുള്ള PR, അതൊക്കെ സ്വപ്നം കാണുന്ന ഇന്ത്യക്കാരൻ്റെ സ്വപ്നോ. അതിൻ്റെ ലെറ്റർ അവനെന്നെ കാണിച്ചു. അവനത് വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് അവൻ ഇറാഖിലേക്ക് പോയി. ആലോചിച്ച് നോക്കണം. അപ്പനും അമ്മയും നിലവിളിയും കരച്ചിലും. ഞാൻ അവർക്ക് ഈ കഴിഞ്ഞ മാസം കൂടെ അമ്മ എന്നെ ഫോണിൽ പറഞ്ഞ് നിന്നോട് ചോദിച്ചു, പാസ്റ്റ് പറഞ്ഞാലേ അവൻ കേൾക്കുള്ളൂ, ഒന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ പറയും? സുവിശേഷം അവരെ വിട്ടിട്ട് നീ അപ്പനെ അമ്മയെ നോക്കാൻ പറയാൻ പറ്റുമോ? ഇവൻ ഇറാഖിലേക്ക് പോയി. കർത്താവ് എന്ത് ചെയ്യുന്നറിയോ? അമ്മയുടെ ക്യാൻസർ അങ്ങ് സൗഖ്യമാക്കി. ചേട്ടന് ഗൾഫിൽ ജോലി കൊടുത്തു. ഇവനെ ഇറാഖിലേക്ക് വിട്ടു. അപ്പം വീട്ടിലെ പ്രശ്നം ദൈവം നോക്കി. എന്ത് നോക്കിയപ്പം ഇവൻ ഇറങ്ങുമ്പം വീടെല്ലാം കുളമാണ്. പക്ഷെ അവൻ ദൈവത്തിൻ്റെ പണി നോക്കിയപ്പോൾ ദൈവം വീട്ടിലെ പണി നോക്കി. ഇവൻ ഇറാഖിലേക്ക് ചെന്ന് വില്ലേജുകളിൽ പോയി ആളുകളെ മീറ്റ് ചെയ്യുമ്പം അവർ പറയാ, 10 വർഷം മുമ്പ് ഞാൻ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരുന്നത് ഞാൻ സ്വപ്നം കണ്ടിട്ട് കാത്തിരിക്കുന്നതായിരുന്നു. ഒരു മുസ്ലിങ്ങൾ വില്ലേജുകളിൽ എത്ര പേരെയാണെന്നറിയാം വിശ്വാസത്തോട് കൊണ്ടുവന്നത്. അവിടെ ഇപ്പോൾ ചർച്ച്, സൺഡേ സ്കൂള്. ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് എത്ര പേരെ ഇപ്പോൾ പോയി. ജോർദാനിൽ പോയിരിക്കുന്നവർ, ഇറാഖിൽ പോയിരിക്കുന്നവർ. നിങ്ങൾക്കാർക്കെങ്കിലും പോകണമെങ്കിലും പോകാം. 2 ആഴ്ചത്തേക്ക് വേണേൽ പോയിട്ട് വരാം. ജീവനോട് വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇപ്പോൾ ഒരു സിറിയയിലോട്ട് പോകാൻ റെഡി ആയിട്ടിരിക്കുവാണ്. പോയിട്ട് ഒത്താ വരാം. പക്ഷെ ആഗ്രഹം ഉണ്ടേ പോവാം, 1 വർഷത്തേക്ക് പോവാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ പോകണമെങ്കിൽ ഈ കാറ്റാകണം.
നാളെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും അറിയരുത്. ആത്മാവിൽ ജനിച്ചവനെല്ലാം, ഞാൻ പറഞ്ഞു നേരത്തെ, ദുർബല മനസ്സുള്ളവരൊന്നും കേൾക്കരുത്. കാരണം ആത്മാവിൻ്റെ ശബ്ദം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ശബ്ദമല്ല. അത് നമ്മളെ സഭയുടെ ഷേപ്പെല്ലാം മാറ്റിക്കളയും. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ ആ മോനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, എന്നാൽ എൻ്റെ മോൻ അങ്ങനെ തോന്നാതിരിക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നിങ്ങൾ ചിന്തിക്കുമായിരിക്കും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. തിരിച്ചു വരുമോയെന്ന് ഗ്യാരണ്ടി ഇല്ലെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും പോകുന്നുണ്ട്. ഇപ്പോൾ 22 വയസ്സായ ഒരു മോള് കഴിഞ്ഞ ദിവസം പോയി. കഴിഞ്ഞ ദിവസം 2-3 മാസമായി, 2 പേരാണ് അവരൊന്നിച്ചാണ് പോയത് ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന്. ഇപ്പോൾ ഒരു വർഷത്തേക്കാണ് പോയേക്കുന്നത്. അവർ ജോർദാനിലുണ്ട്, ഏതോ വില്ലേജിലാണ്. ഒരു പാസ്റ്റർ, IPCയിലെ ഒരു പാസ്റ്ററും കുടുംബം, അവർ ഈജിപ്തിലോട്ട് പോയിട്ടുണ്ട്. അതെന്താ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവസാനമാണല്ലോ ഇസ്രായേൽ രക്ഷിക്കപ്പെടുന്നത്. അതിനു മുമ്പ് ജാതികളുടെ സംഖ്യ പൂർണ്ണമാവണം. അപ്പോൾ ഈ ഇസ്രായേലിന് ചുറ്റും ഒരു 5000 കിലോമീറ്റർ റേഡിയസിൽ ഈ മുസ്ലിം പോപ്പുലേഷനാണ്. അങ്ങോട്ട് സുവിശേഷം എത്തിപ്പറ്റാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഡാർക്ക് കോറിഡോറിലേക്ക് സുവിശേഷമായിട്ട് എത്തിക്കുക എന്നുള്ള ഒരു ടാർഗറ്റാണ് ഇവരുടെ. അപ്പോൾ എത്ര പേര് ചെന്നാലും അവർക്ക് സന്തോഷമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. കാറ്റ് പോലെ എന്നുള്ള മനസ്സിലായോ? അപ്പൊ കാറ്റ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മൾ എങ്ങോട്ട് വേണേലും കൊണ്ടുപോകാം. എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കും. കാരണം നമുക്ക് ഒരിടത്തും പിടുത്തമില്ല. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിൽ ചോദിക്കട്ടെ, അപ്പൻ എന്നാ പറയും? ഒന്നുമില്ല. കാറ്റ് പോലെ ആവാൻ ആഗ്രഹമുണ്ടോ? സഹോദരങ്ങൾ, അതൊരു ഭയങ്കര ലൈഫാണ്. കാരണം ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഒരു ചലഞ്ച് വന്നത്, കാറ്റ് എന്താണെന്ന് അന്ന് എനിക്കറിയത്തില്ല. അന്ന് എന്നെ രക്ഷയിലോട്ട് നയിച്ച സഹോദരങ്ങളോട് പറഞ്ഞു, യേശുവിനെ രക്ഷകനായിട്ട് മാത്രം കണ്ടാൽ പോരാ, അവനെ നിന്റെ കർത്താവായിട്ട് കാണണം. ഞാൻ കർത്താവെ കർത്താവെന്ന് എപ്പോഴും വിളിക്കുന്നില്ല, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ കാണുന്നത്. പക്ഷെ പുള്ളി പറഞ്ഞു, കർത്താവ് എന്ന് പറഞ്ഞാൽ അതല്ല അർത്ഥം. കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നീ അല്ല, അവനാണ് എല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ലോഡ്ഷിപ്പ് അവൻ്റെയാണ് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പേടിച്ചു പോയി. ഞാൻ വിളിച്ചു, അപ്പം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് സമ്മതിച്ചില്ലെങ്കിൽ ഇല്ല, ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോയി. അപ്പം എൻ്റെ പേടി ഈ ബൈബിൾ വായിച്ചു. കാരണം എനിക്ക് അധികം പെന്തക്കോസ്തുകാരെന്ന് അറിയത്തില്ല. നിങ്ങളൊന്നും പോകേണ്ട വരികയില്ലെന്ന് ഞാൻ ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഇന്ന് പെന്തക്കോസ്തുകാരെ കാണുവാണെങ്കിൽ ഞാൻ പേടിക്കലായിരുന്നു. കാരണം കർത്താവ് എന്ന് വിളിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ട് വിശ്വാസത്തിൽ വന്നപ്പോൾ ഈ കർത്താവേന്ന് കൺഫസ് ചെയ്ത് കഴിയുമ്പോൾ എന്നെ കർത്താവ് അവൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും മകൻ പോയി. അവരൊത്തിരി സ്വപ്നങ്ങളോടല്ലേ എന്നെ പഠിക്കാൻ പറ്റിയിരിക്കുന്നത്. അപ്പം ഞാൻ അവധിക്ക് ചെന്നപ്പോൾ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ അടുത്ത അവധിക്ക് ഞാൻ വന്നില്ലെങ്കിൽ ടെൻഷൻ അടിക്കരുത്. മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, എവിടെയെങ്കിലും കർത്താവ് വിളിച്ചാൽ ഞാൻ വരത്തില്ല, തിരിച്ചു വരില്ല. കാരണം അങ്ങനെ ഒരു പെർമിഷൻ തന്നില്ല എന്ന് വരാം. കാരണം കർത്തൃത്വം എന്ന് പറയുന്നത് അതാ പരിപാടി. പേടിയായോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാൻ കാരണം ഈ പഴയ കാലമല്ല, അതാ. ഇനി ഇതൊന്നും കേൾക്കാനും പോകുന്നില്ല. നമ്മളിങ്ങനൊരു റാഡിക്കൽ മക്കൾ അടുത്ത തലമുറയിൽ ഉണ്ടാകുമോ അറിയത്തില്ല. കർത്താവ് വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ അറിയത്തില്ല. നമ്മുടെ തലമുറ എങ്ങനെയായിരിക്കും നമുക്ക് അറിയത്തില്ല. ഇന്നലെ ഒരു സഹോദരൻ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അദ്ദേഹത്തെ ഈ ബ്രദറാണ് പരിചയപ്പെടുത്തിയത്. പുള്ളി പറഞ്ഞു, ജയ്സങ്ങളുടെ പ്രസംഗം കേട്ട് ഒമാനിൽ നിന്ന് ജോലി രാജിവെച്ചിട്ട് വന്നേക്കുവന്ന്. ഒമാനില്ല, മസ്കറ്റിലാണ്. ഞാൻ തലയെ കഴിച്ചു പോയി. ജോലിയെല്ലാം രാജിച്ച് പുള്ളി മിഷണറി വേലയ്ക്ക് പോകാൻ വേണ്ടി വന്നേക്കാം. സഹോദരങ്ങളെ, ഇത് കേട്ടാലൊന്നും നിങ്ങളാരെങ്കിലും വരുമോയെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ അങ്ങനൊരു വഴിയുണ്ട്, അങ്ങനൊരു ലൈഫുണ്ട്. ഇനി ഞാനൊരു സീക്രട്ട് പറയാം. ഈ പഴയ നിയമത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരൊന്നും സൂക്ഷിച്ച് ജീവിച്ചിട്ടില്ല. നമ്മൾ പറയുന്നത് പഴയ നിയമത്തിൽ മുഴുവൻ ബ്ലെസ്സിങ്സും പ്രോസ്പെരിറ്റി. പുതിയ നിയമത്തിലാണ് ക്രൂശ് എന്ന. എവിടെ? പഴയ നിയമത്തിൽ ഇതിനേക്കാളും വലിയ ക്രൂശ്. ഞാൻ ഹാബേൽ യാഗം അർപ്പിച്ചിട്ട് ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റിയില്ല. അപ്പം തന്നെ തല പോയി. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു യാഗം കഴിച്ചവന് ദീർഘായുസ് പോലും കിട്ടിയില്ല. ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല. നമ്മളാണ് പിറ്റേ ഞായറാഴ്ച വന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ച വട്ട കാലം അനേകം ആളുകൾ ഈ ലോകത്തിൽ നിന്ന് കർത്താവ് നിന്റെ അടുത്തേക്ക് വന്നു. കുറേ ആൾക്കാർ ആശുപത്രി ഞരങ്ങി മൂളിയും ഇപ്പം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് കിടക്കുന്നു. ഞങ്ങളെ നിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാതെ
ഇവിടെ തന്നെ ഇട്ടേന്. എത്ര നന്ദി പറഞ്ഞാലും വിത്ത് വൈബ്രേഷൻസ്. നിന്റെ അടുത്തെങ്ങാനും ഞങ്ങളെ കൊണ്ടുപോയിരുന്നെങ്കിൽ എന്തൊരു കഷ്ടമായി പോയേനെ. അപ്പോഴത്തേനും എല്ലാവർക്കും വൈബ്രേഷനാണ്. എന്ത് ചെയ്യും? കർത്താവിനെ നമുക്ക് വേണ്ട, നമുക്ക് കുറെ സാധനങ്ങൾ മതി. അവൻ എന്തേലും തന്നാ വാങ്ങിക്കാം, വെല്ലം കൊണ്ട് തരട്ടെന്നേ. എന്തോ ഇത് മനുഷ്യന്റെ ദുഷ്ടഹൃദയം, കഠിന ഹൃദയം. നമ്മുടെ ഹൃദയം വചനത്തിന്റെ മുമ്പിൽ ആർദ്രമായില്ലെങ്കിൽ നമുക്ക് ജനറേഷൻസിനോളം നമ്മൾ കർത്താവിനെ ചൂഷണം ചെയ്യുന്നവർ. ഈ കർത്താവിനെ ചൂഷണം ചെയ്യാന്നുള്ളതാണ് മതത്തിന്റെ ബേസിക് ഫങ്ഷൻ. അതിന് ചെറിയ ഒരു പെർസെൻറ്റേജ് കർത്താവിന് കൊടുത്തിട്ടാണ്. എന്തെങ്കിലും ആട്ടെ, നമുക്ക് ബാക്കി പറയാം. ഈ വെള്ളം ആത്മാവ് എന്താ, എങ്ങനെ വീണ്ടും ജനിക്കുക നമുക്ക് മനസ്സിലാവണമല്ലോ. ഓക്കെ, അപ്പോൾ കാറ്റ് പോലെയാകും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണെന്നറിയോ? സോളിഡ് പോലാകാൻ വേണ്ടിയാണ്. കാറ്റ് പോലാകാൻ വേണ്ടിയല്ല, കല്ല് പോലാകാൻ വേണ്ടിയാണ്. കാരണം എന്നറിയോ? നമുക്ക് എവിടെയെങ്കിലും സെറ്റിലാകാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥന. സെറ്റിലാവുന്ന കാറ്റാണോ കല്ലാണോ? സെറ്റിലാവുന്ന കാറ്റാണോ കല്ലാണോ? ഇപ്പൊ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ പിള്ളേർ കാറ്റ് പോലെ ആകാനാണോ കല്ല് പോലെ ആകാനാണോ? എന്റെ പിള്ളേരെ കല്ല് പോലെയാക്കി ഒരിടത്ത് തന്നെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്നതിനായിട്ട് സ്തോത്രം. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വയസ്സനാം കാലത്ത് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചൊരു വീടൊക്കെ ഉണ്ടാക്കി പിള്ളേരെ ഗൾഫിൽ അമേരിക്കയിലൊക്കെ വിട്ട് പൈസ കൊണ്ടുവന്ന് ആര് കണ്ടാലും മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു വലിയ വീട് പണിത് അതിൻ്റെ കോലായിലിരുന്ന് ചായ ഉണ്ടാക്കി കുടിക്കുന്ന വലിയ സ്വപ്നത്തിലിരിക്കുക നമ്മൾ. സെറ്റിൽമെന്റ്, അതിനാണ് കല്ല് പോലാവുക എന്ന് പറയുന്നത്. അപ്പൊ പിള്ളേരെ കല്ലുപോലെ ആക്കാൻ വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നത്. എടാ പ്രാർത്ഥിച്ചാലാടാ രക്ഷപ്പെട്ടു പോവുള്ളൂ, വിസയുടെ വാതിലുകൾ തുറന്നു വരുള്ളൂ. ഇപ്പൊ പിള്ളേർക്ക് കല്ലുപോലെ ആകാൻ വയ്യ, അവര് വെള്ളം പോലെയാവും. വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഏത് പാത്രത്തിരിക്കുന്നു അതിന്റെ ഷേപ്പായിരിക്കും. കൂട്ടുകാരുടെ കൂടെ പോകുമ്പോ ആ ഷേപ്പാ, ചർച്ചില് ഗിറ്റാർ കൈ കൊടുത്ത ആ ഷേപ്പാ, വീട്ടിൽ പ്രാർത്ഥിക്കാതിരിക്കുമ്പം അതിന്റെ ഷേപ്പാ. പക്ഷെ യഥാർത്ഥ ഷേപ്പ് എന്നും പറഞ്ഞൊരു ഷേപ്പ് ഇല്ല. ഇന്നത്തെ പിള്ളേരുടെ അവസ്ഥ അതാ. സമ്മതിച്ചോ? അപ്പൊ ഇതിനകത്ത് രക്ഷപ്പെടാൻ ആകെയുള്ളൊരു വഴി രണ്ടാമതൊന്നും കൂടെ ജനിക്കുക എന്നുള്ളതാണ്. നമ്മൾ രക്ഷപ്പെടുകയല്ലാതെ വി നീഡ് ടു ബി ബോൺ വൺസ് അഗെയിൻ. ഇത് പെന്തക്കോസ് പള്ളി വന്ന് ഞാൻ പറയാൻ കാരണം എന്നറിയാം, നമ്മളെല്ലാം വീണ്ടും ജനിച്ചവരാ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും കാറ്റ് പോലെ ആയിട്ടില്ല. അതിനർത്ഥം എന്താ? ഇപ്പോഴും വീണ്ടും ജനിച്ചു എന്ന് പറഞ്ഞാലും നമ്മൾ ജീവിക്കുന്നത് ഈ പുതിയ ജീവനല്ല, പഴയ ജീവൻ തന്നെയാണ്. ഈ പഴയ ജീവനിലെ വിശ്വാസം എന്ന് പറഞ്ഞൊരു ചൂഷണമാണ്, അത്യാഗ്രഹത്തിന്റെ ഗ്ലോറിഫിക്കേഷനാണ്, മോഹിക്കുന്നതിന്റെ ഉറപ്പും. ബാക്കി പറ. വിശ്വാസം എന്നതോ? അത് ബൈബിളില്, അത് ബൈബിളില്. പെന്തക്കോസുകാരെ സംബന്ധിച്ച്, പെന്തക്കോസുകാരല്ല കേട്ടോ, നിങ്ങൾ പെന്തക്കോസുകാരെ കുറ്റം പറയുന്നവരെ എനിക്കിഷ്ടമില്ല. പറയുവാണെങ്കിൽ എല്ലാവരും പറയണം. ലോകത്തിൽ ഒരു സഭയിൽ ഇപ്പൊ ശരിയായ വിശ്വാസമില്ല. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ബ്രദറുകാർക്ക് കുറെ ബോധമുണ്ടെന്ന്. ബ്രദറുകാരെങ്കിലും ഈ പ്രോസ്പെരിറ്റി തിയോളജി ഇല്ലെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഒരു ബ്രദറുകാരോട് പറയാം, എന്റെ ബ്രദറെ ഇതിനകത്ത് ഇത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ വെള്ളം പോലെ കിടക്കുന്നതിനെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ജനിക്കാതെ, അപ്പൊ നമ്മൾ ഇവിടെ പിന്നെയും പിന്നെയും വന്ന് എന്ത് പറയേണ്ടി വരുവാ? ഈ വീണ്ടും ജനിച്ച നമുക്ക് ആരുടെ ജീവൻ കിട്ടണം? ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ ജീവൻ കിട്ടണം. അവന്റെ ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കണം. അപ്പൊ ആരുടെ സ്വഭാവം വരും? ക്രിസ്തുവിന്റെ സ്വഭാവം വരും. അപ്പൊ നമ്മൾ വീണ്ടും ജനിച്ചെങ്കിൽ ആരുടെ സ്വഭാവമായിരിക്കും? പുത്രന്റെ സ്വഭാവമായിരിക്കും. കാരണം പുത്രനല്ലേ, ദൈവത്തിന്റെ മകനായിട്ടല്ലേ നമ്മൾ വീണ്ടും ജനിക്കുന്നത്. ആദ്യം ജനിച്ച ആരായിട്ട് ജനിച്ചേ? മനുഷ്യരുടെ മക്കളായിട്ട് ജനിച്ചത്. രണ്ടാമത് ജനിക്കുമ്പം ദൈവത്തിന്റെ ജീവനാൽ ജനിക്കണം. സിമ്പിൾ. അതെങ്ങനെ ജനിക്കാൻ പറ്റും? വെള്ളത്താലും ആത്മാവ്. ഈ വെള്ളം എന്താണെന്നാണ് നമ്മൾ സാധാരണ വിചാരിച്ചിരിക്കുന്നത്. ഈ വ്യാഖ്യാന പുസ്തകമൊക്കെ നോക്കി കഴിഞ്ഞാൽ അവിടെ പലത് എഴുതി വെച്ചിരിക്കുന്നു. വചനമാണ് ജലം എന്നാണ് പൊതുവെ പെന്തക്കോസ്തുകാർ മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം പത്രോസിന്റെ ലേഖനത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെ വചനത്താലാണ് അല്ലേ വീണ്ടും ജനിപ്പിച്ചത് എന്ന് പറയുന്നുണ്ട്. വചനത്താലാണ്. പക്ഷെ ഇവിടുത്തെ വെള്ളം വചനമല്ല. റോമൻ കത്തോലിക്കർ പറയും അത് മാമോദീസയാണ്. നമുക്കറിയാം
വീണ്ടും ജനനം എന്തായാലും മാമോദീസ വഴി നടക്കൂലെന്ന് നമുക്കറിയാം. അങ്ങനെയാണ് പണ്ടേ നമ്മളെല്ലാം വീണ്ടും ജനിച്ചത്. അത് അല്ലെന്ന് നമുക്കറിയാം. അപ്പം പിന്നെ എന്താണ് ഈ വെള്ളം? നമുക്ക് ഈ വെള്ളം എന്താണെന്ന് അതേ വാക്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം. താവട്ട് വെച്ചോ. ഈ ആത്മാവിൽ ജനിച്ചവനെല്ലാം അങ്ങനെ ആകുന്നു. അതിനുശേഷം അടുത്ത വാക്യം, ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു ഉത്തരം പറഞ്ഞു. നിക്കോദെമോസ് അവനോട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന്. അപ്പൊ വെള്ളം എന്താ നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇതറിയുന്നില്ലയോ എന്ന് പറഞ്ഞപ്പോ അതിനർത്ഥം എന്താ? ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ് എന്തറിയണമായിരുന്നു? ഇതിന്റെ ഉത്തരം ഈ വെള്ളത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനം എന്താണെന്ന് ആരറിയണമായിരുന്നു? ഇസ്രായേലിന്റെ ഉപദേഷ്ടാവ് അറിയണമായിരുന്നു. അതിനർത്ഥം എന്താ? ഈ വാക്യം അവരുടെ പാഠപുസ്തകത്തിൽ, അവർ പഠിപ്പിക്കേണ്ട പുസ്തകത്തിൽ, ഒരു ഉപദേഷ്ടാവിന്റെ പുസ്തകത്തിൽ ഇത് ഉണ്ടായിരിക്കണമായിരുന്നു. അപ്പൊ അതിനർത്ഥം എന്താ? ഇത് പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഉള്ള ഒരു വാക്യത്തിന്റെ എക്സ്പ്ലനേഷനാണ്. ഏത് വാക്യമെന്നറിയോ? യെഹെസ്കേലിന്റെ പ്രവചനം 36 അധ്യായത്തിന്റെ 25, 26 വായിക്കാം. യെഹെസ്കേൽ 36, 25, 26. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. അപ്പൊ ജലം ഉണ്ടായി അല്ലെ? ജലം എന്താ ചെയ്ത്? നമ്മളെ ശുദ്ധീകരിച്ചു. അടുത്തത്, ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഓക്കെ, വെള്ളത്തിന്റെ കാര്യമായി. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. വെള്ളവും ആത്മാവും അല്ലേ? കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി. അത് നന്നാക്കുമല്ല കേട്ടോ. കല്ലായ ഹൃദയത്തെ അലിയിപ്പിക്കണേ എന്നൊക്കെ നമ്മൾ അലിയിപ്പിക്കൊന്നുമില്ല, എടുത്ത് ദൂരോട്ട് കളയുള്ളൂ. നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. മാംസമായ ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് തരും. ഇതല്ലേ വീണ്ടും ജനനം എന്ന് പറയുന്നേ? ആണോ അല്ലയോ? അപ്പൊ പുതിയൊരു ഹൃദയം, പുതിയൊരു ആത്മാവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരായി? പുതിയ സൃഷ്ടിയായി. അപ്പോൾ ഇത് വരും എന്ന് കർത്താവ് യെഹെസ്കേലിലൂടെ അറിയിക്കാം. ആത്മാവിനാൽ നമ്മൾ വീണ്ടും ജനിക്കും. വെള്ളവും വേണം, ആത്മാവും വേണം. അപ്പൊ വെള്ളം എന്താ ചെയ്യുന്നത്? വെള്ളം നമ്മൾ എന്ത് ചെയ്യുന്നു? വെള്ളം ഒരു ചുമ്മാ കഴുകലല്ല, അത് നമ്മുടെ അകത്തുള്ള വിഗ്രഹങ്ങളെല്ലാം എടുത്തു മാറ്റി നമ്മളെ ശുദ്ധീകരിക്കുന്ന മാത്രമല്ല, നമ്മുടെ കല്ല് പോലുള്ള ഹൃദയം കൂടെ എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് പുതിയൊരു ഹൃദയം വെച്ച് പിടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ വെള്ളം ചെയ്യുന്നത് നമ്മുടെ അതുവരെയുള്ള എല്ലാറ്റിനോടും നമ്മൾ മരിക്കുക. നമ്മുടെ ലൈഫിൽ കാഴ്ചപ്പാട് നമ്മൾ പഠിച്ചു വന്നത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ നമ്മുടെ തടസ്സം എന്താ? കാറ്റുപോലെ വീശാനുള്ള നമ്മുടെ തടസ്സം എന്താ? എന്തുകൊണ്ടാണ് നമുക്ക് കാറ്റുപോലെ വീശാൻ പറ്റാത്തത്? നമ്മൾ ഈ ലോകത്ത് ഒത്തിരി പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പാഠങ്ങൾ കാരണമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്? ഈ കാറ്റുപോലെ വീശാൻ നമുക്ക് പറ്റാത്തത്. പൈസ വേണ്ടേ സാറേ? പൈസ ഇല്ലാത്തവനെ എന്തിനു കൊള്ളാം? ഇത് നമ്മുടെ തലയ്ക്കകത്ത് കിടപ്പുണ്ട്. ഇത് ചാവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ദൈവം പറയുന്ന എല്ലാ സ്ഥലത്തേക്കും പോകാൻ പറ്റില്ല. സമ്മതിച്ചോ? ശരിയാണോ? വിദ്യാഭ്യാസം ഇല്ലാത്തവനെ എന്തിനു കൊള്ളാം? അപ്പം ഇതെല്ലാം നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചു വന്നേക്കുന്ന. കല്യാണം ആലോചിക്കുമ്പോൾ നമ്മൾ നോക്കും, പൈസ ഉണ്ടോ? ഇല്ല. എന്നാൽ വിദ്യാഭ്യാസം എങ്കിലും ഉണ്ടോ? ഉണ്ട്. അപ്പൊ സ്ത്രീധനം ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് മാസാമാസം വന്നോളൂ, ജോലിയുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ലോകത്തിന്റെ പാഠങ്ങളാണ്. അപ്പൊ കർത്താവ് പറയാണ്, നീ ഇന്നാരെ കല്യാണം കഴിക്കണം എന്ന് കാണിച്ചു തരുമ്പം എനിക്ക് ലോകത്തിലെ കുറെ പാഠങ്ങളുണ്ട്. ഞങ്ങളുടെ കൂട്ടമല്ല, കുടുംബമല്ല, പണമില്ല, വിദ്യാഭ്യാസമില്ല, സൗന്ദര്യമില്ല, അത് ജഡം. ഇതെല്ലാം കൂടെ പഠിപ്പിച്ചേക്കുന്ന ഒത്തിരി കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ കർത്താവ് പറയുന്നിടത്ത് പറഞ്ഞു, കർത്താവ് ഞാനില്ല, എന്നെ ഒന്ന് സഹായിക്കണം. എനിക്ക് അയാളെ കല്യാണം കഴിക്കാൻ വേണ്ടി നീ കാനാവിലെ കല്യാണത്തിന് വന്ന പോലെ വെള്ളം വീഞ്ഞാക്കി തന്നാൽ മതി. ആരെ കല്യാണം കഴിക്കണമെന്ന് നീ പറയണ്ട. നമ്മുടെ പ്രാർത്ഥന മുഴുവൻ അതാ അല്ലേ? കർത്താവ് കാണിച്ചിരുന്ന ആരെ കല്യാണം കഴിക്കും. അങ്ങനെ കല്യാണം കഴിക്കാറുണ്ട് ജാതി വ്യവസ്ഥ ഉണ്ടാവും, നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല. ഇനി ഞാനൊരു രഹസ്യം പറയാം. എവിടെയൊക്കെ പോവോ കർത്താവിനറിയാം, റെക്കോർഡിങ് ആയതുകൊണ്ട്. ഈ രഹസ്യം പറഞ്ഞ എല്ലാം ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ഒരു ചർച്ച ചെന്ന് ഞാൻ ഇനി പറയുന്ന റെക്കോർഡ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്, അതുപോലെ റെക്കോർഡ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞത് ഉൾപ്പെടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഇത് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞത് ഉൾപ്പെടെ കിടപ്പുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, എന്നാ ചെയ്യാൻ പറ്റും? 100 പേര് ഓൾറെഡി, 2000-3000 പേര് ഓൾറെഡി കേട്ട് കഴിഞ്ഞാൽ ഈ സംഭവം വലിയ പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 100 പേരും എല്ലാവരും നമുക്ക് മാറ്റിയിടായിരുന്നു. ഓക്കെ, ഈ ഹൈന്ദവ മാർഗത്തിന് വിശ്വാസത്തിൽ വരുമ്പം ഉണ്ടാകുന്നൊരു ക്രൈസിസ്, അവരുടെ വിവാഹങ്ങൾ നടക്കുന്നില്ലെന്നാണ്. കാരണം പെൺപിള്ളേരെ കൂടുതൽ വരുന്നത്. അച്ചായന്മാരുടെ പിള്ളേരുടെ കല്യാണാലോചിക്ക് അവർ പരിഗണിക്കൂല. സുവിശേഷം പറയാൻ പോകും. രക്ഷിക്കപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ ഒരു അപ്പത്തിൻ്റെ അംശീലായിട്ട് കാണില്ല. അപ്പം എന്നാൽ പിന്നെ ട്രാക്ക് കൊടുക്കാൻ പോയിരിക്കണ്ടേ?
ഇവരവരുടെ വീടും കൂടും എല്ലാം വിട്ട് നമ്മുടെ കൂടെ കൂടി നമ്മളെ ഒന്ന് എന്നാൽ നമ്മുടെ കൂട്ടത്തിലാണെന്ന് കരുതുകയില്ല. കല്യാണം ആലോചിക്കുമ്പോൾ അവരെ മൈൻഡ് ചെയ്യത്തില്ല. ദൈവം ഉറപ്പായിട്ടും ഇതിനെതിരെ ന്യായം വിധിക്കും, ഉറപ്പായിട്ട് ന്യായം വിധിക്കും. നിങ്ങൾ ഈ പഴയ ജഡത്തിൻ്റെ പ്രമാണം ഇരുന്നുകൊണ്ട് കാറ്റുപോലെ വീശാൻ പറ്റാതെ എന്നോട് അമേരിക്കയിലൊരു സഹോദരി വിളിച്ചിട്ട് പറയും, എൻ്റെ പാസ്റ്ററെ ഞാൻ ക്രിസ്ത്യൻ കൺവേർട്ടാ, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ഹിന്ദു വിശ്വാസത്തിൽ നിന്നൊക്കെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്നു എന്ന് പറയുമ്പം നമ്മുടെയൊക്കെ പിള്ളേരെ കെട്ടിക്കാൻ വേണ്ടി ആൾക്കാർ തിടുക്കപ്പെടുമായിരിക്കും. വിശ്വാസത്തിൻ്റെ തീഷ്ണത കൊണ്ടാണല്ലോ അവർ വിട്ടിട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനൊന്നും അല്ല ഈ പരിപാടി നടക്കുന്നുള്ള കാര്യമൊന്നും. ഇവിടെ പാലക്കാട് ഒരു വിജയരാഘവൻ എന്ന് പറഞ്ഞൊരു MP ഉണ്ടായിരുന്നു പണ്ട്, കോൺഗ്രസിൻ്റെ. പുള്ളി എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞതാണ്, ക്രിസ്ത്യാനികളോട് എനിക്ക് വെറുപ്പാണ്, വൈരാഗ്യമാണ്. കാരണം എത്രയോ ഹിന്ദു സഹോദരിമാർ വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ട് കല്യാണം നടക്കാതെ നിൽപ്പുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിച്ചതാണ്. സോഷ്യൽ ചലഞ്ച്. നമ്മുടെ അകത്തൊരു ഇൻ്റഗ്രേഷൻ. കാരണം കർത്താവ് കാണിച്ചിരുന്നു. ഇപ്പം എൻ്റെ ഒരു ബന്ധുവിൻ്റെ മകൻ്റെ കല്യാണം എല്ലാം റെഡിയായി ഉറപ്പിക്കാറായി കഴിഞ്ഞപ്പം ഈ പെൺകുട്ടിയുടെ അപ്പം പറഞ്ഞു, ഞങ്ങൾ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നതാണ്, നാളെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറഞ്ഞപ്പം എൻ്റെ ബന്ധു പറഞ്ഞു, അയ്യോ അതിനെന്നാ, നമ്മളെല്ലാം ഒരേ രക്തത്തിൻ്റെ അംശികളല്ലേ, ഒരേ അപ്പത്തിൻ്റെ അംശികളും അല്ലേ എന്നൊക്കെ ചോദിച്ചെങ്കിലും പിന്നെ ആ വഴിക്ക് പുള്ളി പോയില്ല. ഇതൊന്നും കർത്താവിനെ അനുസരിക്കാനുള്ള നമ്മുടെ തടസ്സങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളുടെ ചെറുക്കൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു നിങ്ങൾ പണ്ട് ചിന്തിക്കുമായിരിക്കും. കുഴപ്പമില്ല, ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വെള്ളം എന്താ ചെയ്യുന്നത്? നമ്മൾ ചെറുപ്പകാലത്തെ പഠിച്ചു വെച്ചിട്ടുള്ള ഈ പാഠങ്ങളൊന്നും നമ്മുടെ തലേന്ന് പോകത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ചെറുപ്പകാലത്ത് പഠിച്ചതാണോ മറക്കാൻ എളുപ്പം, പ്രായമാകുമ്പോൾ പഠിക്കുന്നതാണോ മറക്കാൻ എളുപ്പം? പ്രായമാകുമ്പോൾ പഠിക്കുന്ന നമ്മൾ അപ്പോഴേ മറന്നു. ചെറുപ്പത്തിൽ പഠിച്ചത് മറക്കാൻ പറ്റുമോ? 4, 3, 7 ആവുള്ളൂ. അത് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്. 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെയൊക്കെ എണ്ണി പഠിച്ചതാ. ഭയങ്കര പാടായിരുന്നു. പക്ഷെ പാടുപെട്ട് പഠിക്കുന്നൊന്നും നമ്മൾ മറക്കില്ല. അത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നമ്മുടെ തലയിൽ കിടക്കും. അത് മറക്കണമെങ്കിൽ ഏതെങ്കിലും തേങ്ങ തലയിൽ വീഴണം, അതുവരെ അതങ്ങനെ കിടക്കും. ABCD മറക്കില്ല, മറക്കത്തില്ല അല്ലേ? മറക്കുമോ? വണ്ടി ഓടിക്കാൻ പഠിച്ചാൽ മറക്കില്ല. മടി പിടിച്ച് ചിലപ്പോൾ ഇരിക്കും, പക്ഷെ ആ ഓടിക്കുന്ന ആ കാലിൻ്റെ മൂവ്മെന്റ് അത് പോവില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്ന ഒന്നും മറക്കുകയില്ല മിക്കവാറും കാര്യങ്ങൾ. പക്ഷെ പിന്നീട് പഠിച്ചില്ല. അപ്പം മൂലപാഠങ്ങൾ എന്ന് പറയും, അതായത് ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ. ഇത് നമുക്ക് മറന്ന് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര ഫോഴ്സ് അതിന്. ഈ പഴയ ആ പഠനങ്ങൾക്ക് നമ്മൾ പണ്ട് നടന്ന അനുസരണക്കേടിന്റെ ആത്മാവിൽ നമ്മൾ നടന്ന ആ കാലഘട്ടം, ആ കാലഗതി, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആ സാധനം എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആണ്. അതുകൊണ്ട് നമ്മൾ മരിക്കാതെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വേണം? യുദ്ധത്തിന്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ആത്മാവ് കാറ്റുപോലെ ആവുക എന്നുള്ളതാണ്. അബാൻഡൺ അവർ കൺട്രോൾസ്. നമ്മുടെ രാജ്യത്വം, ഈ സാത്താൻ നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മുടെ രാജ്യം സ്ഥാപിക്കുന്ന, ഇപ്പൊ നമ്മുടെ വീടുകളിലെല്ലാം ഒരു രാജാവില്ലേ? ആരാ നിങ്ങളുടെ വീട്ടിലെ രാജാവ്? അപ്പനോ അമ്മയോ ആരെല്ലാം ഒരാളായിരിക്കും. ആ രാജ്യത്വം ആ വീട്ടിൽ നിന്ന് പോകണം. അവിടെ കർത്താവ് രാജാവായി വരണം. അപ്പം പറഞ്ഞു, എനിക്ക് ഇതാ ഇഷ്ടം, പക്ഷെ കർത്താവ് അതാ പറയുന്നത്. അതാണ് സെൻസിറ്റിവിറ്റി എന്ന്. അവിടെയാണ് ദൈവത്തിന്റെ രാജ്യം ഉണ്ടാകുന്നത്. അപ്പൊ ഏത് രാജ്യം മരിക്കണം? നമ്മുടെ രാജ്യം മരിക്കണം. ഇനി ഇതിനകത്ത് വേറെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ പഴയതിനെ നീക്കുന്നത്? നന്നാക്കി എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നമ്മൾ ആരെങ്കിലും നന്നാവുമോ? വേദോസ്തം പറയാം നമ്മൾ ആരും ഒരിക്കലും നന്നാവൂല എന്ന്. എന്നൂടെ പറയാം, എത്ര തീരുമാനം എടുത്താലും എത്ര ഉപവാസം എടുത്താലും നമ്മളാരും നന്നാവൂല. അത് പൗലോസ് പറയുന്നുണ്ട്, ബുദ്ധി കൊണ്ട് എനിക്ക് ഇതെല്ലാം ഇഷ്ടമാണ്. ഓക്കെ, ഞാൻ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എനിക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ ജനുവരി 1 ഞാൻ തീരുമാനം എടുക്കുന്നതാണ്. എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇന്നോടുകൂടി ഞാൻ എൻ്റെ വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന നിർത്തും, ഞാൻ പിള്ളേരുടെ സ്നേഹമായിട്ട് എല്ലാ തീരുമാനം. പക്ഷെ പിന്നെയും ഞാൻ അത് തന്നെയാണ്. അതിന് കാരണം എന്താ? നന്നാകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ യുദ്ധത്തിന്റെ 1ാം ഘട്ടം എന്ന് പറയുന്നത് ഒരു ആത്മീക പരിച്ഛേദന. അതായത് നമ്മുടെ പഴയ ജഡം മുറിഞ്ഞു പോകുന്ന, ആ പഴയ നോളജ് ഇല്ലാതായി പോകുന്ന, കല്ലുപോലെ ദൈവത്തെ ഉപയോഗിക്കുന്ന ആ കഠിന ഹൃദയം, ദൈവത്തെ നമ്മുടെ സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ കഠിന ഹൃദയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നെന്താഴ്ച? ബുധൻ.
ഓക്കെ, ഇന്ന് നമ്മൾ സ്തോത്രം ചെയ്യുകയാണെങ്കിൽ ഇന്നലെ രാത്രി ഞങ്ങളെ ക്ഷേമമായി കാത്തെന്നേ പറയുള്ളൂ. ഞായറാഴ്ചയാണ് എന്താ പറയുന്നത്? ഈ കഴിഞ്ഞ ഒരാഴ്ച കാലം അല്ലേ, മാസാദ്യമാണല്ലോ, കഴിഞ്ഞ ഒരു മാസക്കാലം. ആണ്ടർതി മീറ്റിംഗ് ആണെങ്കിലോ ഒരു വർഷക്കാലം. ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് പറയും ഇത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടം വളർന്നു. നീ ഞങ്ങളെ നടത്തി എന്ന് പറഞ്ഞാൽ എന്താ നടപ്പാന്നറിയാം? ഇത് ലോകത്തിലെ നടപ്പിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് വയ്ക്കും, മോനെ നീ ഹ്രസ്വദൃഷ്ടിയുള്ളവനായി പോയല്ലോ. ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? അടുത്തുള്ള കാണാൻ ദൂരോട്ടുള്ള കാണാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ചത്തെ കണ്ടു, കഴിഞ്ഞ വർഷത്തെ കണ്ടു, ഇത്രയും. പക്ഷെ കുറച്ചുകൂടെ പുറത്ത് നോക്കി, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിനക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചതിൻ്റെ പാപങ്ങളുടെ ശുദ്ധീകരണം നീ മറന്നു പോയിട്ടില്ലേ? അതിന് നന്ദി പറഞ്ഞിട്ട് എത്ര നാളായി? അതിന് സ്തോത്രം ചെയ്ത വർഷിപ്പ് ടീം ലാസ്റ്റ് ഈ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ച് എന്നെ വീണ്ടെടുത്ത് സ്വർഗത്തിലിരുത്തി പുത്രത്വം തന്നതിന് സ്തോത്രം പറഞ്ഞ വർഷിപ്പ് ടീം ഏതായിരുന്നു? ലാസ്റ്റ് 5-6 വർഷങ്ങളായി കാണും. നമ്മൾ പറയുന്ന മുഴുവൻ കഴിഞ്ഞ ആഴ്ച നടത്തി, കഴിഞ്ഞ 30 ആഴ്ച നടത്തി. അംബാനി അതിനേക്കാൾ നല്ല നടത്തി. അംബാനിയൊക്കെ എന്താ നടപ്പാ കർത്താവ് നടത്തിപ്പിച്ചെന്നറിയാം. ഇവിടെ കർത്താവ് നമ്മുടെ അവൻ്റെ രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്തിട്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ മടി കൊണ്ടിരുത്തിട്ട് ഇതെൻ്റെ ഭവനം നീ എടുത്തോ, എൻ്റെ അപ്പനെ നീ എടുത്തോ എന്ന് പറഞ്ഞ് അവൻ്റെ ജീവനെ ഏൽപ്പിച്ചിട്ട് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം പറയുമ്പോൾ കർത്താവ് എടാ ഇതൊന്നും ഓർത്തായില്ല, എനിക്കത് ഓർമ്മ വരുന്നില്ല, എനിക്ക് പ്രയോജനം ഇതാണല്ലോ. ഇതിനെയാണ് നമ്മൾ കഠിന ഹൃദയം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ രക്തത്തെ കാണിച്ചാൽ നമുക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നത്. ഇന്ന് എഴുതുന്ന മുഴുവൻ പാട്ടുകൾ ഈ പ്രയോജനത്തെ സംബന്ധിക്കുന്ന, പ്രത്യാശ സംബന്ധിക്കുന്നതല്ല. കണ്ടാലോ ആളറിയില്ല, അതൊന്നും പാടാൻ എനിക്കറിയാൻ മേല. എന്നോട് എൻ്റെ ബൈബിൾ കോളേജ് പഠിപ്പിച്ച ഞാൻ രഹസ്യം പറയാം, ഞാനൊരു ഏജിക്കാരനായിരുന്നു. ഞാൻ സ്നാനപ്പെട്ടത് ഏജില, ബൈബിൾ കോളേജ് പഠിച്ച ഏജില. പുനലൂർ ബഥേൽ ബൈബിൾ കോളേജിൻ്റെ പ്രോഡക്റ്റാണ് ഞാൻ. ഓക്കെ. എന്നെ അന്ന് ഫിലിപ്പ് സാറും ഐസക് സാറും ഇവരെല്ലാവരും പഠിപ്പിച്ച അവരുടെ ഒരു ശിഷ്യനാണ് ഞാൻ. പിന്നെ 10 വർഷം ആന്ധ്രയിലായിരുന്നു. ഇനി പറയുന്ന കാര്യങ്ങളായിരുന്നു പറയുന്നത്, നമ്മുടെ ഏജിക്കാർ തമ്മിൽ അറിഞ്ഞാൽ മതി. അത് പോട്ടെ, ലൈവൊക്കെ പോട്ടെ, എന്തായാലും നിങ്ങളാരും പറയാതിരിക്കൊന്നുമില്ല. തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഏജിയിൽ പോയാൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനകത്തായി ഞാനായി പോകും. എൻ്റെ സഹോദരൻ എന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് കാണാൻ പറ്റിയില്ല. അവൻ്റെ കാൽക്കിലിരുന്ന് നീയാണ് എന്നേക്കാൾ വലിയവൻ, എനിക്ക് വോട്ട് ചെയ്യല്ലേ, അയാൾ എന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ അവനുമായിട്ട് ആഭിചാരപരമായ മത്സരത്തിൽ ഏർപ്പെടേണ്ടി വരും. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കുപ്പിക്കകത്ത് ഞാൻ ഇറങ്ങേണ്ടി വരും. ഞാൻ വിചാരിച്ചു വേണ്ട, കേൾപ്പാൻ ചെവിയുള്ളവൻ എത്രയും മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഭിന്നതകൾ ഉണ്ടാകുന്ന സഭയുടെ പ്രത്യേകത 1 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ചിലർ പൗലോസിൻ്റെ പക്ഷക്കാർ, ചിലർ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരും ചിലർ കേഫാവിൻ്റെ പക്ഷക്കാരും ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും പാലുകൂടി നിർത്തി പരിജ്ഞാനത്തിലേക്ക് വരികയില്ല. എത്ര വർഷം കഴിഞ്ഞാലും പാലുകൂടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനാണ് ജഡീക സ്വഭാവം എന്ന് പറയുന്നത്. വെൻ വി ആർ ഇൻ കോമ്പറ്റീഷൻ വിത്ത് അവർ ബ്രദർ, നമ്മുടെ സഹോദരനുമായി നമ്മൾ ഒരു ആഭിചാര യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ പാല് കുടിക്കുന്നവരും ശൈശവപ്രായക്കാരുമായി എത്ര വർഷം കഴിഞ്ഞാലും ഇരിക്കും. ആ 1 കൊരിന്ത്യർ ലേഖനം 3 വായിക്കാൻ നമുക്ക് മനസ്സിലാവും. ഇപ്പം ഞാൻ സന്ദർഭവശാൽ ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് നന്നാകാൻ പറ്റാത്തതിൻ്റെ കാരണം നമ്മുടെ ശരീരമാണ്, നമ്മുടെ മൈൻഡല്ല. മൈൻഡ് കൊണ്ട് നമുക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ശരീരം അതിന് സമ്മതിക്കില്ല. വായിക്കാം, റോമാലേഖനം 7:21 മുതലുള്ള വാക്യം. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. അപ്പൊ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നന്നാകണം എന്ന് ആഗ്രഹമുണ്ട്, എല്ലാവരും സ്നേഹിക്കണം എന്ന് ആഗ്രഹമുണ്ട്, ക്ഷമിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ അവയവങ്ങളിലെല്ലാം എന്ത് വ്യാപരിക്കുന്നുണ്ട്? തിന്മ വ്യാപരിക്കുന്നുണ്ട്. അടുത്ത വാക്യം. ഉള്ളം കൊണ്ട് ഞാൻ അപ്പൊ എവിടാ തിന്മ വ്യാപരിക്കുന്നത്?
അവയവങ്ങളിൽ. അടുത്ത വാക്യം. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അപ്പൊ എവിടെയാ കാണുന്നത്? അവയവങ്ങൾ. അടുത്ത വാക്യം. അതെന്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അടുത്ത വാക്യം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. എവിടെ നിന്ന്? ശരീരത്തിൽ നിന്ന്, മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന്. അപ്പൊ നമ്മുടെ പാപം എവിടെ നിന്നാ വരുന്നത്? മനസ്സിൽ നിന്നായിരുന്നെങ്കിൽ നമുക്ക് തീരുമാനം എടുത്ത് നന്നാകാമായിരുന്നു. എനിക്ക് തീരുമാനമുണ്ട്, പക്ഷെ അവൻ എന്നോട് ചെയ്തത് ഓർക്കും, ഞാൻ ക്ഷമിച്ചതാ ബ്രദറെ. പക്ഷെ ഹൃദയത്തിനകത്ത് ഈ ഹോർമോണുകൾ നിന്ന് കത്തിക്കൊണ്ടിരിക്കും. അത് നമ്മൾക്ക് പ്രകൃതിയാ ഉള്ളതായി ഹോർമോണുകൾ. എന്തിനാണെന്നറിയോ? ഒരുത്തൻ നമ്മളെ കൊല്ലാൻ വരുവാണെങ്കിൽ എതിർക്കാൻ നമ്മുടെ ഉള്ളിൽ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഹോർമോണുകൾ ദൈവം തന്നിട്ടുണ്ട്. അതായത് പ്രകൃതി തന്നിട്ടുണ്ട്. നമ്മുടെ സൃഷ്ടിപ്പിനകത്തുള്ള കാര്യം അതാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. ഇപ്പോൾ അവനെ തല്ലാൻ വരുവാണെങ്കിൽ എനിക്ക് ഒഴിഞ്ഞു മാറാനും അല്ലാതെ രണ്ട് കാരണം കാണിച്ചു കൊടുക്കാനല്ല തോന്നുന്നത്. എന്താ തോന്നുന്നത്? പ്രകൃതിയെ തടുത്തവനെ തള്ളി മാറ്റാനാണ് തോന്നുന്നത് അല്ലേ? പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു സ്നേഹം ആണോ വരുന്നത്? അല്ല, രണ്ട് പൊട്ടീര് കൊടുക്കാനല്ല തോന്നുന്നത്. അത് എവിടെ നിന്നാണ് വരുന്നറിയോ? ഇതാണ് ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന സാധനം. ഇതിങ്ങനെ നമ്മുടെ ഈ ലോമികകളിലൂടെ അങ്ങ് ചെല്ലുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ അടിച്ച് പൊട്ടിക്കാൻ തോന്നും. മൊബൈൽ ഫോണൊക്കെ എറിഞ്ഞ് എത്ര മൊബൈൽ ഫോൺ പൊട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ? ഇത്തിരി വെള്ളം. ഇത് അഡ്രിനാലിനാണ് ഹോർമോൺ. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. അപ്പോൾ എവിടെയെങ്കിലും എക്സ്പ്രസ് ചെയ്യണം. ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ദേഷ്യപ്പെടില്ല. പക്ഷെ അഡ്രിനാലിന് എതിരെയാ പോകുന്നതെന്നും ഇതെങ്ങനെ പ്രസ് ചെയ്ത് നിർത്തണമെന്ന് എനിക്കറിയാൻ മേല. ഇത് എന്തോരം ഉണ്ടെന്നും അറിയാൻ മേല. ഇതിങ്ങനെ തിളച്ചു വരുമ്പോൾ ഞാൻ തീരുമാനം എടുത്തൊക്കെ മറക്കും. കാരണം എൻ്റെ വില്ലിൽ എനിക്കിത് ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ ശരീരം ഇതിന് സമ്മതിക്കുന്നില്ല. ഇതാണ് എൻ്റെ പ്രോബ്ലം. ഉപവാസം എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും. കർത്തൃമേശ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? ഒരു മരമാണ് പാപം എന്ന് വിചാരിച്ചോ, അതിന് കുറേ പഴങ്ങളുണ്ടായിട്ടുണ്ട്. അസൂയ, കുശുമ്പ്, വൈരാഗ്യം ഇതെല്ലാം ഉണ്ട്. എല്ലാം പാസ്റ്റർ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആയിട്ട് കർത്തൃമേശ എടുത്താൽ നിങ്ങളുടെ കാര്യം പോക്കാണ് എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മൾ കഷ്ടപ്പെട്ട 5 മിനിറ്റോടെ എല്ലാ പഴവും പറിച്ചു കളയും. അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് തോന്നും. ആ സമയത്ത് കർത്താവ് നമ്മൾ പോകും നമ്മുടെ വിചാരം. പക്ഷേ ഈ മരം അതുപോലെ തന്നെ നിൽപ്പുണ്ട്. ഉച്ചയ്ക്ക് വീട്ടിലോട്ട് ചെല്ലുമ്പം ക്രിക്കറ്റ് മാച്ച് നടക്കും. അപ്പോൾ പിള്ളേർ TV വയ്ക്കുമ്പം അമ്മ പറയും, എടാ ചർച്ചിൽ നിങ്ങൾ വന്നാലേ ഉള്ളൂ രാത്രി ആവട്ടെ എന്ന് പറഞ്ഞാൽ രാത്രിയാകുമ്പോൾ നമ്മൾ നോർമലാവും. ഇപ്പം ഇത്തിരി ഹാങ് ഓവറിലാണെങ്കിൽ ഈ ചിലങ്ങളുണ്ട്. ആരാധന കഴിഞ്ഞ് ഉടനെ അവിടെ വഴക്കായിരുന്നു. ഉടനെ വഴക്കായതാ പ്രശ്നം. ഒരു 5-3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. കാരണം അപ്പം നമ്മൾ നോർമലായല്ലോ. ഇതിപ്പം അബ്നോർമൽ സ്റ്റേജിലാണ് നമ്മുടെ ആത്മീയത ഇരിക്കുന്നത്. നന്നാകാത്തതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ അങ്ങനെയാണ്. ഇപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യൻ എസെൻഷ്യലി പാപിയാണ്. ഒരുത്തൻ എൻ്റെ കസേര അടിച്ചു മാറ്റുമെന്ന് കണ്ടാൽ അവൻ ഒതുക്കാൻ തോന്നുന്നു. എൻ്റെ ഉള്ളിൽ വരുന്ന ഹോർമോണുകൾ. എനിക്ക് അവനെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന അടിച്ചുകൊണ്ട് പോകും. ഇത് മനുഷ്യൻ, സ്വാഭാവിക മനുഷ്യൻ, പാപപ്രകൃതമുള്ള മനുഷ്യനാണ്. ആത്മാവിനെ നടത്തപ്പെടുന്നവരല്ല. ഈ സ്വാഭാവിക മനുഷ്യൻ എപ്പോഴും ഈ ഞാനില്ലെങ്കിൽ ഇത് ഭരണം നടക്കൂല എന്നൊരു ചിന്തയാണ്. വീട്ടിലായാലും സഭയിലായാലും ഞാനില്ലെങ്കിൽ ഇതെല്ലാം പ്രളയത്തിനകത്ത് മുങ്ങി ഇല്ലാതായി പോകും. ദൈവത്തിലല്ല ആശ്രയിക്കുന്നത്, ഈ മനുഷ്യന്റെ ശക്തിയിലും ക്രാഫ്റ്റിനെസ്സിലുമാണ് ആശ്രയിക്കുന്നത്. ഇതാണ് ബാബിലോൺ. ഓക്കെയാണ്? സന്തോഷമായി? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഹൃദയത്തിന് ദൗർബല്യമുള്ളവരും. ഓക്കെ, അതുകൊണ്ട് ജഡരക്തങ്ങളോട് നമുക്ക് ഒരു പോരാട്ടമില്ല. എന്തുകൊണ്ട് പോരാട്ടമില്ല? ഇതൊരു വലിയ വ്യവസ്ഥ ഈ അന്ത്യകാലത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് രാഷ്ട്രീയത്തെ മാത്രമല്ല കേട്ടോ, ശുശ്രൂഷകൾ. ഒരാൾക്കൊരു കൃപാവരം കിട്ടിയാൽ അത് വിനിമയം ചെയ്ത് മാക്സിമം പൈസ ഉണ്ടാകും. ഒരു പ്രവചനവരം കിട്ടിയാൽ അവൻ ഊടാടി സഞ്ചരിച്ച് ലോകം മുഴുവൻ പ്രവചിച്ച് അവനൊരു വലിയ വീട് വയ്ക്കും. രോഗശാന്തി വരം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അത് വെച്ച് മുതലാളിയാവും, അത് വെച്ച് പള്ളി പണിയും, അത് വെച്ച് ചൂഷണം ചെയ്യും. എന്ത് കൊടുത്താലും മാമോൻ ആണ് രാജാവാകുന്നത്. എനിക്ക് ശ്വാസം വിടാൻ സമയമില്ലാത്തവരെ മീറ്റിംഗ്സ് ഉണ്ട്, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും. കയ്യിലൊന്നുമില്ല, വീടുമില്ല, കൂടുമില്ല. വീടില്ലാത്തത് നീ വേണ്ടെന്ന് വെച്ചിട്ട് ഇതെങ്ങനെ സമ്പാദിക്കുന്നുള്ളൂ എനിക്ക് മനസ്സിലാകുന്നില്ല. റീലി
കാരണം ഇപ്പോഴും എത്ര കിട്ടിയാലും തികയാത്ത പോലെ ആവശ്യങ്ങളുള്ളവർ നമ്മുടെ ചർച്ചയിൽ തന്നെ ഇരിപ്പുണ്ട്. കാശ്, പണം, റിസോഴ്സസ് ഈ കൂട്ടായ്മയിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ കാറ്റുപോലെ ആകുന്ന ഒരു മൈൻഡ് നമുക്കുണ്ടാകണം. കല്ലാകാനുള്ള സ്വപ്നങ്ങളോട് മാറിയിരിക്കണം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു? ഈ പോരാട്ടം നിസ്സാരമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിസ്സാരമല്ല. നമുക്കിത് നിസ്സാരമായിട്ട് തള്ളിക്കളയാനും പറ്റിയല്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന നേരത്ത് നടന്ന രസകരമായൊരു സംഭവം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. കല്യാണം കഴിക്കാൻ വേണ്ടി ഞാനിങ്ങനെ റെഡിയായി. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചത് ഒരു മിഷണറിനെയാണ്. മലയാളിയല്ല എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യ കന്നഡക്കാരിയാണ്. ഇതല്ല, പുള്ളിക്കാരി കന്നഡ സ്വദേശി, കന്നഡ ഭാഷ, കന്നഡക്കാരി തന്നെയാണ് നാച്ചുറലി. അപ്പോൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ഷി വാസ് എ മിഷണറി, കെയിം എലോൺ ഇൻ ഫെയ്ത്ത്. അപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു കാരണവർ, പേര് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, അതുകൊണ്ട് മിണ്ടുന്നില്ല, എന്നോട് പറഞ്ഞു, എടാ മണ്ട, ഇങ്ങനെയൊന്നും നീ കല്യാണം കഴിക്കരുത്. ഈ സമയത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അവർ തരുള്ളൂ. ഓക്കെ, ഇനി കുറേ നാൾ കഴിഞ്ഞ് നീ ഒരു ആവശ്യം വന്ന് ചോദിച്ചാൽ ആരും ഒരു നയാ പൈസ തരികയെന്ന് മാത്രമല്ല, നിന്റെ ഭാര്യ തന്നെ പറയാം, അച്ഛാ എന്ന് കിട്ടാവുന്ന മേടിച്ചുകൊണ്ട് പോന്നായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഈ ഗതി ഉണ്ടാകുമായിരുന്നു. നീ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കരുത്. ഈ സമയത്ത് കിട്ടാവുന്ന മേടിച്ചില്ല, പിന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നത്. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഒരു 45 വയസ്സാകുമ്പം നിന്റെ ഭാര്യ തന്നെ നിന്നോട് പറയും, മണ്ടത്തരമല്ലേ അച്ചായ കാണിച്ചെന്ന്, കിട്ടാവുന്ന മേടിച്ചുകൊണ്ട് പോകാൻ. ഞാൻ പറഞ്ഞു, ഇപ്പം 27 വയസ്സുള്ളൂ. 45-ാം വയസ്സിൽ ഞാൻ അങ്ങനെ ദുർബലനും അവിശ്വാസിയും ചോദ്യം ചെയ്യുന്നവനായാൽ ആയിക്കോട്ടെ, അന്നല്ലേ, ഇന്നതിനു വേണ്ടി മുൻകൂട്ടി പാപം ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഞാൻ പുള്ളി പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു, നിന്നോടൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞത് മാത്രമല്ല, എൻ്റെ വിവാഹം നടത്തിയ ഐസക് സാറാണ്. കല്യാണത്തിൻ്റെ സമയത്ത് ഇദ്ദേഹം സ്റ്റേജിൽ കയറിയെന്ന് പറഞ്ഞു, ഞാൻ ഇവനോട് ആകുന്ന പറഞ്ഞ ഇങ്ങനത്തെ കല്യാണത്തിന് പോകണ്ടെന്ന്. അതെന്തേലും ആട്ടെ, 45 വയസ്സാകാറായപ്പോൾ ഒരു ദിവസം കർത്താവിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ, ഈ 45 വയസ്സിൽ എന്ത് ചോദിക്കും? മണ്ടത്തരമായി പോയി എന്ന് ചിന്തിക്കുമെന്നല്ലേ? അപ്പം ഞാൻ ആലോചിച്ചു, 45 വയസ്സിൽ ഞാനങ്ങനെ ചിന്തിക്കും. അതെന്താ അങ്ങനെ ചിന്തിക്കുക? പെട്ടെന്ന് എൻ്റെ തലയിലോട്ട് ഒരു ലൈറ്റ് ഉണ്ടായി. 45 വയസ്സിൽ എന്താ പ്രത്യേകത എന്നറിയോ? പുള്ളി ചുമ്മാ പറഞ്ഞായിരിക്കും, പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. 45-ാം വയസ്സിലാണ് നമുക്ക് ഉലക ചിന്തകൾ വർദ്ധിക്കുന്നത്. കാരണം പിള്ളേർ +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസ്, MBBS ഇൻ ഉക്രൈൻ, അല്ലെങ്കിൽ പെൺപിള്ളേരാണെങ്കിൽ കല്യാണം കഴിപ്പിക്കണമല്ലോ എന്നൊരാലോചന ഉള്ളിൻ്റെ ഉള്ളിൽ നാം വിടുന്ന പ്രായം. കയ്യിൽ വിറ്റാമിൻ M ഇല്ല, വീടില്ല, ക്യാഷില്ല, കാറ്റുപോലെ മിഷണറി ആയിട്ട് അവിടെ ഇവിടെ നടന്നിട്ട് അവസാനം പിള്ളേർ ചോദിക്കും, എന്നാ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം, എങ്ങനെ പോകും ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ മുഖത്ത് കണ്ണിലെ കണ്ണുനീര് കാണാൻ പറ്റാത്തത് കൊണ്ട് 45-ാം വയസ്സ് തൊട്ട് ശുശ്രൂഷകർ കാറ്റുപോലെ പോകുന്ന നിന്നിട്ട് കല്ലാകാനുള്ള പരിശ്രമം ആരംഭിക്കും. അപ്പോൾ അവർ ചോദിക്കും, ഗൾഫിലെങ്ങാനും വല്ല ചർച്ചും കിട്ടാനുണ്ടോ? സെറ്റിലാകാൻ വേണ്ടിയാ, കല്ലാകാൻ വേണ്ടിയാ, കുറച്ചുകൂടെ നല്ല സഭ കിട്ടാൻ ആരെയും മണിയടിച്ചാൽ കിട്ടും. സെറ്റിൽമെൻറ്റിന് വേണ്ടിയുള്ളൊരു ഭ്രാന്ത് അവിടെ ആരംഭിക്കുക. പക്ഷെ ഒരു വലിയ പ്രശ്നം വരണമെന്നറിയോ? നമ്മളെപ്പോൾ കാറ്റ് പോലെ വീശുന്നു നിൽക്കുമോ, ആ സമയത്ത് നമ്മുടെ പരിജ്ഞാനത്തിൻ്റെ വചനം പറയാൻ പറ്റാതാവും. നമ്മൾ പിന്നെ ആകെ ഒരു വിഷയം പ്രസംഗിക്കാൻ കാണുള്ളൂ, നിന്റെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവം, അല്ലെങ്കിൽ ഇത്രത്തോളം നടത്തിയ ദൈവം. നടത്തി ഗൾഫിൽ കൊണ്ടുപോയി കാശുണ്ടാക്കി, അതാണ് ഈ നടത്തിപ്പെന്ന് പറയുന്നത്. അല്ലാതെ പാപങ്ങളിൽ നിന്ന് ജയിക്കാൻ നടത്തി അതൊന്നുമല്ല. അപ്പൊ നമ്മള് മിക്കവാറും കേൾക്കുന്ന പ്രസംഗങ്ങൾ, അത് ഹാബേലിന്റെ കഥ പറഞ്ഞാൽ പോലും, ദാനിയേലിന്റെ കഥ പറഞ്ഞാലും, ദാവീദിന്റെ കഥ പറഞ്ഞാലും എല്ലാം ഇതാ, അവരുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വന്ന ദൈവം ഇന്നും നിന്റെ വിഷയങ്ങളുടെ മേൽ ഇതാ ഇറങ്ങി വരുന്നു. ഇതിറങ്ങി വന്നുകൊണ്ടിരിക്കുക, ഇതുവരെ എത്തിയിട്ടില്ല. എന്തെങ്കിലും മനസ്സിലായി ഞാൻ ഇത്ര നേരം പറഞ്ഞത്? സഹോദരങ്ങളെ, ഇതൊരു വലിയ യുദ്ധമാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ ശത്രുപക്ഷത്തായി പോയിരിക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മൾ മോഹികളും ദ്രവ്യാഗ്രഹികളും ആയിപ്പോയിരിക്കുക. നമ്മൾ പോലും അറിയാതെ നമ്മൾ സഹോദരന്മാരെ ദ്വേഷിക്കുന്നവരും മത്സരികളുമായി മാറിയിരിക്കുക. അപ്പൊ ഇത്രയും വലിയ യുദ്ധം ജയിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിനെതിരെയുള്ള യുദ്ധം അത്.
കാരണം ശരീരത്തിൻ്റെ പ്രവണതകൾ എന്തോ പാപമാണ്, മൊത്തം പാപം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇതിനെ ജയിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഒറ്റ സൊല്യൂഷനേ ബൈബിളിലുള്ളൂ. ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അവനോടൊപ്പം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക. എ സർക്കംസിഷൻ, സ്പിരിച്വൽ സർക്കംസിഷൻ ബൈ വിച്ച് വി അബാൻഡൺ അവർ സോൾസ്. നമ്മുടെ എല്ലാ സ്വപ്നങ്ങളോടും ആഗ്രഹങ്ങളോടും കാഴ്ചപ്പാടുകളോടും ജഡം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന എല്ലാ ആശയങ്ങളോടും മരിക്കുക. ക്രിസ്തു ജീവിക്കുമായിരുന്ന ആ ജീവനിലേക്ക് വിശ്വാസത്താൽ പ്രവേശിക്കുക. വിശ്വാസം എന്നാൽ എന്ത്? വിശ്വാസ ജീവിതം എന്നാൽ എന്ത്? 4 മിനിറ്റിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. വിശ്വാസം എന്നതോ മോഹിക്കുന്നതിൻ്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങളുടെ, നിങ്ങൾ മോഹിക്കും ബ്രദറെ. നമുക്കൊരു വലിയ ദൈവമാണ് ഉള്ളത്, മോഹിക്കുന്നതിൻ്റെ ഉറപ്പ്. ഞാൻ ഉത്തർപ്രദേശിലെ ഛത്തീസ്ഗഡിലൊരു പ്രസംഗം കേൾക്കുക. അപ്പം സ്റ്റേജിൽ നിന്ന് ഒരാൾ പറയാണ്, നമ്മളെ രാജാവിൻ്റെ പിള്ളേരാണ്, രാജാവിൻ്റെ പിള്ളേരെ പോലെ ജീവിക്കണം. ഞാൻ ഏത് രാജാവ്? ക്രൂശിലൊന്നുമില്ലാതെ മരിച്ച ക്രിസ്തു എന്ന രാജാവോ, അതോ ഒന്നെന്നെ വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം തരാമെന്ന് പറഞ്ഞ രാജാവോ? ഞാൻ ചോദിച്ചത് പരസ്യമായിട്ടാണ്, പബ്ലിക്കായിട്ട് കൈ ഉയർത്തിയിട്ട് ചോദിച്ചു. സംഘാടകരെല്ലാം ഓടി വന്നു, ഇപ്പം മിണ്ടല്ല, നമുക്ക് പിന്നെ പറയാം. ഞാൻ പറഞ്ഞു ഓക്കെ പിന്നെ പറയാം. ഇൻ്റർവ്യൂവിൽ ഞാൻ പുള്ളി എന്ന് പറഞ്ഞു, ഞാൻ ഈ പ്രസംഗം നേരത്തെ കേട്ടിട്ടുണ്ട്. പുള്ളി, നിങ്ങൾ ബാംഗ്ലൂർ വന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ വെച്ചല്ല കേട്ടത്, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിനോട് പിശാച് പറഞ്ഞ അതേ കാര്യമാണ് നിങ്ങൾ ഈ 1.5 മണിക്കൂർ മിഷണറിമാർ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അത് വേറൊരു മഹത്വം, വേറൊരു ലോകം. മോഹിക്കുന്നതിനെല്ലാം ഉറപ്പ്. ഇത് ദൈവം പ്രവർത്തിക്കും, നമ്മളെ അങ്ങ് വിശ്വസിപ്പിക്കുക. ഈ മോഹങ്ങളെല്ലാം നമ്മുടെ സ്വന്തമാക്കി മാറ്റുക. എത്ര പേര് ട്രാപ്പിലുണ്ട്? രക്ഷപ്പെട്ടോ? അറിയാതെ കൈവയ്ക്കും. എത്ര പേര് ഈ ട്രാപ്പിലുണ്ട്? രക്ഷപ്പെട്ടോ? നിങ്ങൾ പലരും അറിയാത്ത ട്രാപ്പിൽ കിടപ്പുണ്ടാവും. ഓഗസ്റ്റിലും സെപ്റ്റംബറിലും വരുന്ന വിടുതൽ നോക്കിയിരിക്കുവാണെങ്കിൽ വിട്ടേക്ക്, നിങ്ങൾ ഓൾറെഡി വിടുവിക്കപ്പെട്ടവരാണ്. ക്രൂശിൽ വിടുവിക്കപ്പെടാത്തവരായ ആരും വിശ്വാസികളില്ല. വി ആർ ഓൾറെഡി ദെയർ, സീറ്റഡ് ഇൻ ഹെവൻ. നമുക്ക് അവകാശങ്ങൾ മുഴുവൻ അവിടെ. അതെടുത്തു മാറ്റാൻ ആരെയെ കൊണ്ട് സാധിക്കില്ല. നിങ്ങൾ എത്ര രോഗത്തിലൂടെ പിടിക്കപ്പെട്ടാലും, ക്യാൻസർ സൗഖ്യം കൊടുത്താലും, മരിച്ചിട്ട് നിങ്ങൾ എഴുന്നേറ്റാലും നിങ്ങൾ പിന്നെ മരിക്കും. അവിടെ പോയി നിൽക്കേണ്ടി വരും. എത്ര വലിയ അത്ഭുതത്തിനൊരു യൂസ് ബൈ ഡേറ്റ് ഉണ്ട്, കുറച്ച് നാളത്തേക്കുള്ളൂ. പക്ഷെ നിത്യമായ വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശിക്കുന്നതിൻ്റെ ഉറപ്പ്. എനിക്ക് നിങ്ങളുടെ പ്രത്യാശ എങ്ങനെ ഉണ്ടാകുന്നതെന്ന് നിങ്ങളുടെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ടൈം ഇല്ല. ഇനി ഇല്ലാത്ത കാര്യങ്ങളുടെ നിശ്ചയം അതെന്തോ? ഈ ഇവിടെ ഇപ്പം എന്താ ഇല്ലാത്ത ഒരു പ്രൊജക്ട് ഉണ്ടോ? ഓ, ഞാൻ കണ്ടുപിടിച്ചല്ലേ, കൊള്ളാം. അമ്പട ഞാനേ, ഒരു പ്രൊജക്ടർ ഇല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ പ്രാർത്ഥിക്കാം? ഇല്ലാത്ത പ്രൊജക്ടർ ഇവിടെ കൊണ്ടുത്തരുന്ന ദൈവം. അപ്പോൾ കാണാത്തതാണോ ഇല്ലാത്തതാണോ? കാണാത്തതാണോ ഇല്ലാത്തതാണോ? ഇല്ലാത്ത കാർ, ഇല്ലാത്ത വീട്, ഇല്ലാത്ത പ്രൊജക്ടർ കൊണ്ടുത്തരുന്ന ദൈവം. ഇതാണോ വിശ്വാസം? അല്ല. കാണാത്ത കാര്യം. എന്താ കാണാത്ത കാര്യം? 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ കർത്താവ് ഉണ്ട്. ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഉണ്ട്, കാണുന്നില്ല. അതാ ഫെയ്ത്ത്. കാണുന്ന കാര്യങ്ങൾ താൽക്കാലികം, കാണാത്തതോ നിത്യം. അപ്പൊ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്ത് കാര്യങ്ങളാ? നിത്യമായ കാര്യങ്ങൾ. അപ്പൊ വിശ്വാസം എന്നതോ പ്രത്യാശിക്കുന്നതിന്റെ ഉറപ്പും നിത്യമായ കാര്യങ്ങളുടെ നിശ്ചയമാണെങ്കിൽ ഇന്നതിനെ നമ്മൾ എങ്ങനെ മാറ്റിയെന്നറിയോ? മോഹിക്കുന്നതിന്റെ ഉറപ്പും ഇല്ലാത്ത കാര്യങ്ങൾ തന്നെ. എന്തു ഭയങ്കര അപകടം, എന്തു ഭയങ്കര വിശ്വാസത്യാഗം. എന്താ കാണാത്ത കാര്യങ്ങൾ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു മരിക്കുമ്പോൾ ഞാനും അവൻ്റെ കൂടെ മരിച്ചു. ഇനി ജീവിക്കുന്നത് ഞാനല്ല. എല്ലാവരും നോക്കിയപ്പോൾ കണ്ടത് എന്താ? നടുക്കത്തെ ക്രൂശിൽ ക്രിസ്തു, അപ്പുറത്തെ ക്രൂശിൽ ഒരു കള്ളൻ, ഇപ്പുറത്തെ ക്രൂശിൽ ഒരു കള്ളൻ. പക്ഷെ ആരും കാണാത്ത ആ നിത്യമായ കാര്യം എന്നറിയോ? ആ നടുക്കത്തെ ക്രൂശിൽ എന്നെപ്പോലുള്ള ലക്ഷക്കണക്കിന് കള്ളന്മാരാണ് മരിച്ചത്. ഞാൻ അവൻ്റെ കൂടെ മരിച്ചു. അവൻ്റെ മരണത്തോട് ചേരുവാൻ സ്നാനമേറ്റവരായ, അവൻ്റെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത്? ഇപ്പം രക്ഷപ്പെടാൻ എന്താ വഴി? അവൻ്റെ ജീവൻ പ്രാപിക്കുക, അവനോട് തന്നെ ചോദിക്കുക, കർത്താവ് നിന്റെ ആത്മാവിനെ പ്രാപിച്ചാൽ നീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ എനിക്ക് പറ്റണം. മനസ്സിലായോ? ഇന്ന് ആത്മാവ് വരുമ്പോൾ നമ്മൾ ആകെ പറയുന്ന അന്യഭാഷയെക്കുറിച്ചാണ്. അന്യഭാഷ ആത്മാവിൻ്റെ ഒരു ഫലമാണ് എന്ന് പറഞ്ഞാൽ, ഫലം എന്ന് പറഞ്ഞാൽ കൃപാവരമാണ്, ആത്മാവ് തരുന്നതാണ്. പക്ഷെ ആത്മാവ് വന്നു എന്നുള്ളതിൻ്റെ ഒരു സൈനാണ്, അല്ലേ? പക്ഷെ ആത്മാവ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്താ? ആത്മാവ് ജീവിപ്പിക്കുന്നു. ഇറ്റ് ഗീവ്സ് അസ് ലൈഫ്. ഓരോ നിമിഷവും ക്രിസ്തു എങ്ങനെ ആകുമായിരുന്നു, യേശു എങ്ങനെ ചിന്തിക്കുമായിരുന്നു,
യേശു എന്ത് സംസാരിക്കുമായിരുന്നു, ഒരു സഹോദരനോട് എങ്ങനെ പെരുമാറുമായിരുന്നു, എൻ്റെ വീട്ടിൽ എന്ത് ക്യാരക്ടർ കാണിക്കുമായിരുന്നു. ഇതാണ് ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നത്. പഴയത് കഴിഞ്ഞു, പുതിയത് വരുന്നു. ഈ പുതിയ ജന്മത്താലാണ് നമുക്ക് ഈ തത്വത്തെ എല്ലാം ജയിക്കാൻ പറ്റുന്നത്, ലോകത്തെ മുഴുവൻ ജയിക്കാൻ പറ്റുന്നത്. ഒരൊറ്റ വാക്യം കൊണ്ട് ഞാൻ പറയേണ്ടി നിർത്താൻ തോന്നുന്നില്ല, എന്നാലും നിർത്തിയേ പറ്റുള്ളൂ. നിങ്ങൾക്ക് നിർത്തണം തോന്നി കാണുമായിരിക്കും, എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു 2 വ്യവസ്ഥകളുണ്ടെന്ന്. എന്തൊക്കെയായിരുന്നു അത് ഓർമ്മയുണ്ടോ? ഒന്ന് സ്വാതന്ത്ര്യം പ്ലസ് ലസ്റ്റ്, നമ്മുടെ രസങ്ങളുടെ സ്വാതന്ത്ര്യം, എങ്ങനെ രസിക്കാനുള്ള സ്വാതന്ത്ര്യം. അതിനെതിരെ പ്രവർത്തിക്കുന്ന എന്താന്ന് പറഞ്ഞേ? മതം. എന്നാൽ കർത്താവിൻ്റെ ജീവൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? വേറൊരു വ്യവസ്ഥ ഉണ്ടാകുന്നത്. അത് കർത്താവ് നമ്മളെ ശരിക്കും സ്വതന്ത്രരാക്കുക. സാക്ഷാൽ സ്വാതന്ത്ര്യം നമുക്ക് തരുന്ന ദൈവം അല്ലേ. പക്ഷെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? അത് ലസ്റ്റുമായിട്ട് കണക്റ്റഡ് അല്ല, രസവുമായിട്ട് കണക്റ്റഡ് അല്ല. പിന്നെ എന്തുമായിട്ട് കണക്റ്റഡാ പറയോ? യേശുവിൻ്റെ സ്വഭാവവുമായിട്ട് കണക്റ്റഡാ. എന്ന് പറഞ്ഞാൽ സ്നേഹവുമായിട്ട് കണക്റ്റഡ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത്? ആരോട് സംസാരിച്ചാലാണ് കൂടുതൽ രസം എന്നുള്ളതല്ല, ആരാണോ നിങ്ങളുടെ സ്നേഹം കൂടുതൽ ആവശ്യമായിട്ട് അവിടെ ഇരിക്കുന്നത്. എനിക്ക് രസം തോന്നില്ലായിരിക്കാം, പക്ഷെ എനിക്ക് എല്ലാവരോടും പെരുമാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ എൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നത് എന്തായിരിക്കും? ഇനി ഒരു കുഞ്ഞുണ്ടായി, അപ്പം സ്ത്രീ പറയാണ്, പുരുഷൻ പറയാണ്, നമുക്കിപ്പോൾ കുഞ്ഞിനെ വളർത്തേണ്ട സാഹചര്യമില്ല, അബോർട്ട് ചെയ്തേക്കാം. സ്വാതന്ത്ര്യം. പക്ഷെ ഇപ്പം കർത്താവ് ഉള്ളിലുള്ളത് ആദ്യം വരുന്ന സ്നേഹമാണ്. അപ്പോൾ എന്തു ചെയ്യും? എൻ്റെ കംഫർട്ട് പോയാലും സാരമില്ല, ഐ എം ഡ്രിവൺ ബൈ ലവ്. ഇന്ന് നോക്കി ഡൈവോഴ്സ്, എനിക്ക് ഡൈവോഴ്സ് ചെയ്ത് എൻ്റെ ഇഷ്ടമുള്ളവരോട് അയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. പക്ഷെ ഇപ്പം കർത്താവാണ് നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഉള്ളിൽ എന്താ പറയുന്നത്? അയാൾ നശിച്ചു പോകരുത്, അയാളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ലവും ഫ്രീഡവും കൂടെ ഒന്നാകുമ്പോൾ എന്താവും? ക്യാരക്ടർ ആൻഡ് ഫ്രീഡം. ക്രൈസ്റ്റ് ഗീവ്സ് us ഫ്രീഡം. ക്രിസ്തു, നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു. ഇതാണ് കൊളോസ്യ ലേഖനം പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നുള്ള മർമ്മമാണ് തലമുറകളായി മറഞ്ഞു കിടന്നത്. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ വ്യവസ്ഥകൾ മാറും, നമ്മൾ ഈ ലോകത്തിനെതിരെ യുദ്ധം ചെയ്ത് ജയിക്കാൻ കാരണമാകും. ആ മീൻസിനെ കുറിച്ച് നിങ്ങൾ FS ലൈൻ ഇനി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അവിടെ ശത്രുവിനെ തകർക്കാനുള്ള ചവിട്ടും ശാസനയും ഉപവാസവും രക്തവും അതൊന്നുമല്ല പറഞ്ഞേക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വിശ്വാസം, രക്ഷ, സത്യം, സുവിശേഷം, അതാ പറഞ്ഞിരിക്കുന്നത്. അതായത് സുവിശേഷത്തിലൂടെയാണ് നമ്മൾ ആളുകളെ സ്വതന്ത്രരാക്കുന്നതും യുദ്ധത്തിൽ ജയിപ്പിക്കുന്നതും. വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ടാണ്. ശരിയാണോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ബൈബിളിലെ വചനങ്ങളോട് നമ്മൾ അതിലൂടെ സ്ട്രോങ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വലിയ യുദ്ധം, ഈ ലോകം മുഴുവൻ വ്യാപരിച്ചിരിക്കുന്ന ആ അന്ധകാരത്തിൻ്റെ അധിപതി ക്രിസ്ത്യാനിയുടെ മേലും കർത്താവിന് മേലും നടത്തുന്ന യുദ്ധത്തിൽ ജയിക്കാൻ നമുക്ക്, ആ ജയം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ്. പ്രാർത്ഥിക്കാം.